എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്ര നേരവും കാത്തിരുന്ന എല്ലാ ആളുകൾക്കും വളരെ നന്ദി. നമുക്ക് നേരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ചില വാർത്തകൾ നമ്മളുടെ മുന്നിലേക്ക് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഡിഗ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇറങ്ങി തിരിച്ചപ്പോൾ ചില കാര്യങ്ങൾ കാണാനിടയായപ്പോൾ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പലപ്പോഴും ഹിന്ദു ഭീകരത എന്ന് പറയുന്ന വാക്കൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുള്ളൊരു വാക്ക് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വാർത്ത ഒന്ന് കണ്ണോടിച്ചപ്പോൾ സത്യത്തിൽ ഒരു തിരിച്ചറിവ് അതല്ലെങ്കിൽ ഒരു തോന്നൽ എനിക്കുണ്ടാവുകയാണ്. ആ വാക്ക് ഉപയോഗിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ള ഒരു തോന്നൽ. ഭീകരത ആര് കാണിച്ചാലും അത് ഭീകരത തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതുമാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്താണ് അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്ന ഒരു വിഷയം, അതെങ്ങനെയാണ് ആ ഒരു ഭീകരപ്രവർത്തനം അവർ നടത്തുന്നത്, അതിനു വേണ്ട എന്ത് രീതിയാണ് അവർ അവലംബിക്കുന്നത്, അതിൻ്റെ ഒരു ബേസിസ് എന്താണ്, അതിന് പ്രചോദനമേകുന്നത് എന്താണ്, അത് ഏതെങ്കിലും തരത്തിലുള്ള മൊമെൻ്ററി ആയിട്ടുള്ള ഒരു ഹെയ്റ്റ് ആണോ അതിന് വഴിവെക്കുന്നത്, അതല്ല ഒരു വലിയ പദ്ധതി ഒക്കെ ഇട്ടുകൊണ്ട് അതിന് വേണ്ട ഒരു വലിയൊരു ബാക്കിംഗ് ഒക്കെ അവർക്ക് എടുക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു സംഗതിയൊക്കെ ഉണ്ടായിരിക്കെ അതൊക്കെ ബന്ധപ്പെടുത്തിയാണോ ഇവർ ചെയ്യുന്നത്? ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടി വരുമ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഒരു ടെറർ പ്ലോട്ട് എന്നൊക്കെ പറയുന്ന ഒരു ഗൂഢാലോചന പദ്ധതി എന്നൊക്കെ പറയുന്ന രീതിയിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പലപ്പോഴും ഈ ഹിന്ദു ടെറർ എന്ന് പറയുന്ന സാധനത്തിന് കുറച്ച് മാർക്ക് കുറഞ്ഞു പോകുന്നു എന്ന് മാത്രമല്ല, അവിടെ എല്ലാ ഇത്തരം മേഖലകളിലും ഫുൾ മാർക്ക് A+ മുഴുവനും എല്ലാ വിഷയങ്ങളിലും നേടിക്കൊണ്ട് 1ാം റാങ്ക് വാങ്ങുന്ന ആളുകളായിട്ട് ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദം, ഇസ്ലാമിക് ടെറർ ഇവിടെ ഉണ്ടാകുന്നു എന്നതുമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഒരേ നാണയത്തിൻ്റെ ഇരുവശമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒരേപോലെ പറയുന്ന സമയത്ത് അവിടെ ഹിന്ദു ടെറർ എന്ന് പറയുന്നത് അത് വളരെയധികം കുറഞ്ഞ മാർക്ക് നേടിയിട്ട് പിന്നാലെ കൂടുന്ന, അതല്ലെങ്കിൽ തോറ്റുപോകുന്ന, അതും അല്ലെങ്കിൽ ലാഗ് ചെയ്യുന്ന ഒരു കൂട്ടം ആശയമായിട്ടോ അതല്ലെങ്കിൽ അത്തരം ഒരു പ്രവൃത്തിയായിട്ടോ മാത്രം അവിടെ ഒതുങ്ങുന്നു. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നത്. 2, ഒരു ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിന് ഒരു കാരണമില്ലെങ്കിലും അവരുടെ ലക്ഷ്യം, അവരുടെ ആ ഗൂഢ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പ്രഖ്യാപിത ലക്ഷ്യമാകാം, അതുമല്ല എന്നുണ്ടെങ്കിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തക്കിയിലൂടെയൊക്കെ നടത്താൻ വേണ്ടി എടുക്കുന്ന രീതിയുമാകാം. എന്തു തന്നെയായാലും അതിനു വേണ്ടിയിട്ട് പ്രത്യക്ഷത്തിലൊരു പ്രശ്നവും ഇല്ലെങ്കിലും അതിനു വേണ്ട ശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരിക്കും എന്നതുമാണ് ഒരു ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ നോക്കുമ്പോൾ അവിടെയും ഈ ഹിന്ദു ടെറർ അവിടെ തോറ്റുപോകുന്നു. ഇതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ നമ്മൾ പറയുന്ന ഈ ഇസ്ലാമിക് ടെററും അതേപോലെ തന്നെ ഈ ന്യൂനപക്ഷ വർഗീയതയും എന്നൊക്കെ പറയുന്ന സംഗതികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സംഖ്യയ്ക്കും ഇവിടെ പിന്നെ ഒരു അസ്തിത്വം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ നേപ്പാളിൽ ഒരു RSSനെ കുറിച്ച് നമ്മൾ കേൾക്കാത്തത് എന്ന് നമ്മളെപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവസാനം ഇപ്പോൾ നേപ്പാളിലും RSSകാർ വന്നു, അതിനാരാണ് കാരണമായത് എന്നും നമ്മളിപ്പോൾ ചോദിക്കാറുണ്ട്. അതിന് കാരണമായത് ഇതേ കാക്കാമാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് വിഷയങ്ങളിങ്ങനെ വിവിധ വശങ്ങളിലൂടെ നമുക്ക് അത് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും 1-2 വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതിൽ ഒന്നാമത്തെ വാർത്ത ഇങ്ങനെ ഒരു വാർത്തയാണ്. ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട IS കപ്പിൾ എന്ന് വിളിക്കാവുന്ന രീതിയിൽ ഒരു IS ദമ്പതികൾ, അവർ രണ്ടുപേരെയും NIA അറസ്റ്റ് ചെയ്തത് കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2020 അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അവരെ ഇപ്പോൾ 20 വർഷത്തേക്ക് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. ശിക്ഷ വിധിച്ചു. 20 വർഷം ഇനി ജയിലിൽ കടന്ന് ബാക്കി ജിഹാദൊക്കെ ചെയ്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവർ ചെയ്തു വെച്ചത് എന്നതാണ് നമ്മളുടെ ഒന്ന് ഓടിച്ച് നോക്കേണ്ട കാര്യം. അതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ നിങ്ങൾക്ക് കാണാം. 2 പേരാണ്. ഒന്നാമത്തെ ആളുടെ പേര് ജഹാൻജേബ് സാമി
എന്നാണ് ഒന്നാമത്തെ ആളുടെ പേര്, അതായത് നമ്മളുടെ പുരുഷൻ. പിന്നെ ഹിന ബഷീർ ബൈഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ വനിത. അപ്പോൾ ഭാര്യയും ഭർത്താവുമാണ്. വളരെ യോജിച്ച രീതിയിൽ മറ്റുള്ള എല്ലാ കാര്യത്തിലും അവർ ചിലപ്പോൾ അടിയൊക്കെ കൂടുന്നുണ്ടാവും. അവർ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ആ അടി കൂടുന്ന ആ എനർജി അവർ തമ്മിൽ യോജിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ദീനിനു വേണ്ടിയുള്ള ഒരു അടിയാക്കി അവർ മാറ്റുന്ന ഒരു കാഴ്ച, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമാകണമല്ലോ എന്ന് ചിന്തിച്ചിട്ടാവാം. എന്തായാലും ആ എനർജി വളരെ മികച്ച രീതിയിൽ അവർ ഒന്ന് ചാനൽ ചെയ്തു. അങ്ങനെ അവർ ഒരു ഫാമിലി പാക്കായിട്ടുള്ള ഒരു ജിഹാദുമായിട്ട് അവർ ഇറങ്ങി. അങ്ങനെ അവർ ഡൽഹിയിൽ അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, ജാമിയ നഗർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്. അപ്പോൾ അവർ 2020 അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ തന്നെയായിരുന്നു അന്ന് അതിന് വഴിവെച്ചത്. അവർ എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിൽ ഒരു കാലിഫേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്താണ്? ശരിയ ഭരണം അല്ലെങ്കിൽ ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം. ഇതേ ഖിലാഫത്ത് പ്രസ്ഥാനം അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ട് നമ്മളുടെ കാക്കാമാർ ഇറങ്ങി തിരിച്ചതും അതിന് ഗാന്ധിജിയെ പോലെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തതും അതൊരു വലിയ ബാക്ക് ലാഷ് ഉണ്ടാക്കുന്നൊരു വിഷയമായതും അങ്ങനെ പിന്നെ നമ്മളുടെ 1921 അത് ഇവിടെ സംഭവിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ വിഷയങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഒരു ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴിവെച്ചത് എന്നും കൂടി ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അന്നും ഖിലാഫത്ത് പ്രസ്ഥാനം ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഇവിടെ ഭവിച്ച ഒരു വിഷയമായിരുന്നു. അങ്ങനെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഖിലാഫത്ത് തന്നെയാണ് ഇവരും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് പ്ലോട്ടിംഗ് 100 ബ്ലാസ് ഇൻ ദ സിറ്റി. ഡൽഹിയിൽ മാത്രം 100ഓളം സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഫോടനങ്ങൾ പദ്ധതി ഇട്ടു എന്നതും കൂടിയാണ് ഇവരുടെ മേലെ ചാർത്തപ്പെട്ട കുറ്റം. അങ്ങനെ അതെല്ലാം കൂടി ചേർത്ത് സാമി റിസീവ്ഡ് സെൻറ്റൻസസ് റേഞ്ചിങ് ഫ്രം 3 to 20 years, 20 വർഷം വരെയുള്ള തടവ്. വൈൽ ബേഗ് വാസ് അവാർഡഡ് 2 7-year സെൻറ്റൻസസ്, 7 വർഷത്തിൻ്റെ 2 തടവുകൾ, അങ്ങനെ 14 വർഷമാവാം. Investigations reveal their online roles as radicalizers linked to IS operatives in Syria and Afghanistan. സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റ് പോരാളികൾ, ലോകം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഹമാസിന് പോലും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്ന അവരുടെ ട്രെയിനിങ് അതല്ലെങ്കിൽ അവരുടെ രീതികൾ വളരെ അധികം അവർ കോപ്പി ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഹമാസ് പോലും ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ആ രീതിയിൽ ഇസ്രായേൽ പിടിച്ചടക്കി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ പ്രദേശം അങ്ങനെ പോയി ലോകം മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ISIS എന്ന് പറയുന്ന സംഘടന. അവരുടെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും അവരുടെ വളരെ പ്രധാനപ്പെട്ട ആ സ്ട്രോങ് ഹോൾസിൽ നിന്ന് തന്നെയാണ് ഇവർക്കും ലിങ്ക് ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചതും അതിൻ്റെ പേരിൽ അവരുടെ മറ്റ് കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതും അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതാണ് 2 വ്യക്തികളെന്ന് നമ്മൾ കണ്ടു. അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം 2 പേരുടെയും. അതിൽ കാലിഫേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഐഡിയോളജി ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അത് സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള രീതികളാണ് ഇവരിവിടെ എടുത്തു വെച്ചത്. അതുപോലെ തന്നെ അവരുടെ ലിങ്കുകൾ ISൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ഉള്ള വലിയ വലിയ ലിങ്കുകൾ അവർക്കുണ്ടായിരുന്നു എന്നത് കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബു ഹുസൈഫ അൽ പാകിസ്ഥാനി എന്ന് പറയുന്നൊരു വ്യക്തി. അത് നമ്മളുടെ ഈ ISൻ്റെ ഒരു കമാൻഡർ ആയിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു പിന്നീട്. അപ്പോൾ അയാളുമായിട്ട് വരെ വളരെ നേരിട്ടുള്ള ബന്ധങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് എന്നറിയാൻ കഴിയുന്നു. അതുപോലെ തന്നെ ISKP ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രോവിൻസ് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെയുള്ള ആളുകളുമായിട്ട് അവർക്ക് വലിയ ഒരു ബന്ധം അവരുമായിട്ട്. അതുപോലെ തന്നെ മറ്റ് എങ്ങനെയാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതെല്ലാം ഇവിടെ നിങ്ങൾക്ക് വായിക്കാം, പോസ് ചെയ്ത് വായിക്കാം. ഞാൻ ഇത് വായിച്ച സമയം കളയുന്നില്ല. നമുക്ക് പറയാനുള്ളത് ഇവിടെ യെല്ലോ മാർക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ പറയുന്നത്, മതം എന്നൊക്കെ പറയുന്നത് അത് സത്യത്തിൽ ഒരു ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ വരുന്ന സമയത്താണ് വരുന്നത് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഒരു പരിധി വരെ അത് ശരിയാണ്. നമ്മളുടെ ഹ്യൂമൻ വെൽഫെയർ അത് വലിയ തോതിൽ മനുഷ്യർക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സോഷ്യൽ വെൽഫെയർ അവിടെ ഉറപ്പാക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ മതത്തിൽ നിന്നും ആളുകൾ അകലും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴും പറയാറുള്ളൊരു എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ്. കാരണം ഇസ്ലാമിന് അങ്ങനെ ഒരു എക്സെപ്ഷൻ ഇല്ല. നിങ്ങൾ എത്രയൊക്കെ സോഷ്യൽ വെൽഫെയർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇസ്ലാം പഠിപ്പിക്കുന്നത് അതെല്ലാം എന്താണ്,
ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അത്തരം സൗഭാഗ്യങ്ങൾ, അത് സൗന്ദര്യമുണ്ടാകുന്ന സംഗതികൾ, കുട്ടികൾ, സ്ത്രീകൾ, അതുപോലെ ധനം, അതുപോലെയുള്ള സംഗതികളെല്ലാം അത് നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് എന്നും അത് നിങ്ങളെ ഇഹലോക പരലോക ചിന്തയിൽ നിന്നൊക്കെ അവരെ വഴിതെറ്റിച്ചുകൊണ്ട് ഇഹലോക ചിന്തയിൽ തളച്ചിട്ടുകൊണ്ട് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ് എന്നും, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി വേദനയും ഇച്ചിരി ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകണം. നിങ്ങളെപ്പോഴും ജിഹാദിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം, നിങ്ങളിങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കരുത് എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന കാഴ്ച നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ സോഷ്യൽ വെൽഫെയർ ഉണ്ടായാലും, നിങ്ങൾ എത്രയൊക്കെ ഏൺ ചെയ്യുന്ന ആളുകളായാലും ശരി, നിങ്ങൾ പണക്കാരനായാലും ശരി, നിങ്ങളൊരു തീവ്രവാദിയാകാനുള്ള സാധ്യത വളരെ അധികമാണ് നിങ്ങൾ ഇസ്ലാം പഠിച്ചാൽ. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഈ സാമിയും അതുപോലെ തന്നെ ഈ ഭാര്യ ഹീന ബഷീർ ബെയ്ഗും, ഇവർ രണ്ടുപേരും വളരെയധികം വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളായിരുന്നു. ഒരാൾ BTech MBA, മറ്റേയാൾ MBA. ഒരാൾ വർക്ക് ചെയ്തിരുന്നത് ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥയായിട്ട്, മറ്റേയാൾ നമ്മളുടെ ഭർത്താവ് വർക്ക് ചെയ്തിരുന്നത് ഒരു UK ബേസ്ഡ് ഫേമിൽ അവിടെ വർക്ക് ചെയ്യുന്നു. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് നമ്മളുടെ ഡൽഹിയിലേക്ക് വന്ന് താമസമാക്കിയ ആളുകളാണ്. ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കണക്ഷൻസ്, ഇങ്ങനെയുള്ള വലിയ വലിയ അന്താരാഷ്ട്ര കണക്ഷൻസ്, അധോലോക കണക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തൊക്കെയായാലും അവർ ഡൽഹിയിൽ വന്നു താമസമാക്കുന്നു, അവരവരുടെ കാര്യമായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ COVID-19 വന്നു. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ നമ്മളുടെ CAA പ്രക്ഷോഭം, പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും കോവിഡിൻ്റെ ആ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്ന സമയത്ത് അവർ കൂടുതൽ നേരം ഇൻഡോർ ആയി അവിടെ പൂട്ടിയിടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവർ ഇൻ്റർനെറ്റിലൂടെ കൂടുതൽ കാര്യങ്ങൾ പരതാനും ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അങ്ങനെ സ്വയം റാഡിക്കലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യത അവിടെ ഉണ്ടാകുന്നു. അവർ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു, അവർ ഇത്തരം മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു സ്പാർക്ക്, ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടിയപ്പോൾ അവരൊരു വളരെ വൃത്തിയായ ഒരു നല്ലൊരു തീവ്രവാദിയായിട്ട് അവർ മാറി എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഓരോ മുസ്ലിമും ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. നിങ്ങളുടെ മുന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അഴകുഴമ്പൻ മുസ്ലിം, അതല്ലെങ്കിൽ മോഡറേറ്റ് മുസ്ലിം എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ആളുകൾ, അവൻ മോഡറേറ്റായിട്ട് ഇരിക്കുന്നു എന്ന് നിങ്ങൾ ധരിക്കുന്നത് സത്യത്തിൽ എന്തുകൊണ്ടാണ്? അവൻ ഇസ്ലാം അറിയാത്തത് കൊണ്ടാണ്. ഇസ്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അത് ഒന്ന്, അവൻ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അവൻ എക്സ് മുസ്ലിം ആകും എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ രണ്ടുപേരെയും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. കാരണം എന്താണ്? അവരൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ആളുകളാണ്. ഒന്നുകിൽ അവൻ പൊട്ടിത്തെറിക്കും, അതല്ലെങ്കിൽ അവൻ മതം വിട്ടിട്ടുണ്ടാവും അതിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ആളുകളാണ്. അവരൊരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ് എന്ന് നമ്മൾ പറയും. ഇത് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധതയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഒരു കാര്യമില്ല നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ട്. ഇതൊരു വസ്തുതയാണ്. നിങ്ങളുടെ വീടുകളിലുള്ള ഓരോ മുസ്ലിം വീടുകളിലും നിങ്ങൾ എടുത്ത് അന്വേഷിക്കുക. ഓരോ മുസ്ലിം വീട്ടിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഇസ്ലാമിക തീവ്രവാദ സംഘടന എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അത് ചെറുതും വലുതുമായിട്ടുള്ള നിയമങ്ങൾ, ഇസ്ലാമിക നിയമങ്ങൾ അവരവിടെ ഫോഴ്സ്ഫുള്ളി വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഓരോ മുസ്ലിം വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്ത്രീകളെ, പെൺകുട്ടികളെ ഹിജാബ് ഇടിയിക്കുന്നത് മുതൽ, കുട്ടികൾ നിസ്കരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ അടിക്കുന്നത് മുതൽ, നോമ്പ് നോറ്റില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അടിക്കുന്നത് മുതൽ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളൊക്കെ ഫേസ് ചെയ്ത പ്രശ്നം, മതം വിട്ടു എന്നതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, സ്വത്ത് തരില്ല എന്ന് പറയുന്നു, ഭാര്യ ഭർത്തൃ ബന്ധം അവിടെ വിച്ഛേദിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു, കുട്ടികളെ അകറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഈ തീവ്രവാദത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ അങ്ങേ അറ്റമാണ് കൊന്നുകളയുക, അടിക്കുക, അതുപോലെയുള്ള മറ്റു രീതിയിലേക്ക് പോകുന്നതും ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഇതിൻ്റെ അങ്ങേ അറ്റം. അപ്പോൾ നമ്മൾ ഈ മതം വിട്ടവർ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇസ്ലാമിൻ്റെ ഒരു കുഴപ്പമെന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ, ആളുകളുടെ പ്രത്യേകിച്ച് കാക്കാമാർ, വിശ്വാസികളുടെ ധാരണ കൊല്ലുന്നത് മാത്രമാണ് ഒരു പ്രശ്നമെന്നാണ്. അല്ല, നിങ്ങൾ മതത്തിൻ്റെ നിയമം എന്തു തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും, ഒരാൾ തനിക്ക് ആ മതത്തിലെ നിയമം ഇഷ്ടമില്ല എന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് സാധിക്കാതെ അവൻ അതിന് നിർബന്ധിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതും ഇവിടെ നമ്മൾ പറയേണ്ടി വരുന്നു, അതൊരു തീവ്രവാദം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ മുസ്ലിം വീടും ഓരോ തീവ്രവാദ സംഘടനയാണ്. അതിലെ ഏറ്റവും ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ആ വീടുകളിലെ മുസ്ലിങ്ങൾ തന്നെയാണ്. അതിൽ തന്നെ കുട്ടികളും പെൺകുട്ടികൾ, സ്ത്രീകളാണ് അതിലാദ്യത്തെ ഇരകൾ എന്നും കൂടി നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നു. ഇത് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധതയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. ഇനി ഇവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതും കൂടി നമ്മളൊന്ന് നോക്കണമല്ലോ. ഞാൻ നേരത്തെ ജസ്റ്റ് ഒരു സൂചന തന്നു. എന്താണ് ഇവർ ഈ ഒരു ലിങ്കിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഈ ആശയം പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. ഇത് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുടുംബക്കാരെല്ലാവരും ഞെട്ടുകയാണ്. ഓ, നമ്മുടെ ഇടയിൽ ഇതുപോലെ ഒരു ഭീകരവാദിയോ, എന്തപ്പോൾ അത് സംഭവം
എന്ന് കുടുംബക്കാർ ഞെട്ടുന്നു. ഇത് തന്നെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിം അവനൊരു ഭീകരവാദിയായാലും നിങ്ങൾ തന്നെയാണ് പറയുക, ഞെട്ടും. ഞാൻ പണ്ട് ഞെട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെയൊക്കെ സീനിയറായിട്ടുണ്ടായിരുന്ന ഒരു ചങ്ങാതി, മൂപ്പരാണ് ഒരിക്കൽ അഫ്ഗാനിസ്ഥാനിൽ ഇതേപോലെ എന്താണ് ഷജീർ എന്നോ എന്തോ ആണ് പേര്, ഇതേപോലെ പോയി മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത പണ്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ വന്നപ്പോൾ അന്ന് ആ കോഴിക്കോട് പ്രദേശത്തൊരു നമ്മളുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ബാനർ വെച്ചിരിക്കുന്നതാണ് അന്ന് ബസ് കാത്തു നിന്ന് ഞാൻ കണ്ടത്. എന്താണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഭാരതത്തിന്, ഇന്ത്യയെ നാണം കെടുത്താൻ വേണ്ടി ഓരോ തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് ആ ബാനർ വെച്ചിരിക്കുന്ന ആ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്ന ആ നാട്ടിൽ നിന്നുമാണ് ഈ പയ്യൻ അവിടെ പോയിട്ട് പൊട്ടിത്തെറിച്ച് ചത്തത് എന്ന് വരുമ്പോൾ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നൊരു മുസ്ലിമും ഇങ്ങനെ ഒരു തീവ്രവാദിയാകുന്നു കേരളത്തിൽ നിന്നും, അതും NIT-യിലൊക്കെ പഠിച്ച് അവിടുത്തെ എഞ്ചിനീയർ പോയിട്ടുള്ളൊരു പയ്യൻ ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ, എൻ്റെയൊക്കെ സർക്കിളിലുള്ള ആളുകൾ പോവുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും അന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ഇതിവിടെ സംഭവിക്കുന്നു. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മുസ്ലിമും ഏത് നിമിഷം വേണമെങ്കിലും റാഡിക്കലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അവൻ ഇപ്പോൾ തീവ്രവാദി ആണോ അല്ലേ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം, പക്ഷേ ആവാനുള്ള സാധ്യതയുണ്ട് എന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഉത്തമമായ തെളിവുകളാണ് നമ്മൾ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് കാണാം, ഇവർക്ക് പല പേരുകളുണ്ടായിരുന്നു. അതൊക്കെ വെച്ചുകൊണ്ട് IS മെമ്പേഴ്സായിട്ട് അവർ നിറഞ്ഞു നിൽക്കുന്നു. IS-ൻ്റെ കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലഗ്രാം ഗ്രൂപ്പുകൾ, അതിനകത്ത് അവർ പല കാര്യങ്ങളും ഇട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ അതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, റാഡിക്കലൈസിങ് ആക്ടിവിറ്റീസിൽ അവർ വളരെയധികം വ്യാപൃതരായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. മാത്രമല്ല നിരന്തരം ഇത്തരം ഓപ്പറേറ്റീവ്സ് അവരുമായിട്ട്, നമ്മളുടെ സിറിയയിലെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ആളുകളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷനും അവർ നടത്തിക്കൊണ്ടിരുന്നു. ഇതെല്ലാം NIA അവിടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നിട്ടാണ് അവർ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതും അങ്ങനെ ജയിലിലേക്ക് അയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായതും. അപ്പോൾ എന്തൊക്കെയായാലും ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, ഇവിടെ വാട്സപ്പിലൂടെ ഈ സംഗതികൾ പറയുന്നു, അത് അയക്കുന്നു എന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ ഇതുപോലെ ആള് റാഡിക്കലൈസ് ചെയ്ത് സാദിയ എന്ന് പറയുന്നൊരു ലേഡിയെ അവരെ ഒരു സൂയിസൈഡ് ബോംബർ ആകുന്നതിന് അവരെ കൺവിൻസ് ചെയ്യുകയും ആ ഒരു ജാക്കറ്റ്, ആ ഒരു ബെൽറ്റ് ഇടുന്നത് വരേക്കും കൊണ്ടെത്തിക്കുന്ന കാഴ്ചയും കൂടി ഇവിടെ കാണുന്നു. ഹീന ഹാഡ് മാനേജ് ടു കൺവിൻസ് സാദിയ ടു വെയർ എ സൂയിസൈഡ് ബെൽറ്റ് ഇൻ ആൻ അപ്കമിങ് മിഷൻ. തൊട്ടടുത്ത് വരാനിരിക്കുന്ന ഒരു വലിയൊരു മിഷനിൽ സൂയിസൈഡ് ബോംബറായിട്ട് പോകുന്നതിന് ആളെ കൺവിൻസ് ചെയ്യാൻ പോലും കഴിഞ്ഞു എന്നും കൂടിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ റാഡിക്കലൈസിങ് ആക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി അതുമാത്രമല്ല, ഇവർ ഈ IS-ൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാഗസിൻ, ആ മാഗസിൻ്റെ പേര് സൗത്ത് അൽ ഹിന്ദ്, ദ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാഗസിൻ, IS-ൻ്റെ ഒരു മാഗസിനാണ്. അതിനകത്തേക്ക് കോളമിസ്റ്റും കൂടിയായിരുന്നു എന്നും കൂടി നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്, സുഹൃത്തുക്കളെ മനസ്സിലാക്കുകയാണ്. എത്ര മികച്ച മാതൃകയാണ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഇവരുടെ കഴിവുകൾ, അതായത് പഠിച്ചു BTech MBA ഒക്കെ എടുത്ത ആ കഴിവും ആ എൻജിനീയറിങ് ആ ഒരു എക്സ്പെർട്ടീസ്, ആ അക്യുമെൻ അവർ ഉപയോഗിക്കുന്നത് ഭീകരവാദ പ്രവർത്തനത്തിനാകുമ്പോൾ പ്രശ്നം ഇതാണ്. ഇവിടെ നമ്മൾ പറയാറുണ്ട്, എന്താണ്, പണ്ട് ജബ്ബാർ മാഷും നമ്മളുടെ MM അക്ബറും കൂടിയുള്ള സംവാദം നടക്കുന്ന സമയത്ത് ഇസ്ലാമിസ്റ്റുകളുടെ വലിയൊരു എന്താണ് ഒരു കളിയാക്കൽ ഇവിടെ ഉണ്ടായിരുന്നു. MM അക്ബർ വലിയ MSc ഫിസിക്സുകാരനാണ്, ജബ്ബാർ ഒരു LP സ്കൂൾ അധ്യാപകൻ, ഇവർ തമ്മിലാണോ ഈ യുദ്ധം നടക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് വേറെ ആരും ഒന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കളിയാക്കൽ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അവരോട് പറഞ്ഞത്, ശരിയാണ്, നമുക്ക് LP സ്കൂള് മാഷുമാരും നമ്മളെപ്പോലെയുള്ള പാവം പിടിച്ച ഹോമിയോ ഡോക്ടർമാരൊക്കെ തന്നെയുള്ളൂ ഇവിടെ. എന്ത് ചെയ്യാൻ പറ്റും? വലിയ BTech എടുത്ത ആളുകൾ, MBA എടുത്ത ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ, ഇവരൊക്കെ വലിയ ഭീകരവാദികളല്ലേ ആകുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ MSc ഫിസിക്സ് പഠിച്ച MM അക്ബറെ പോലെയുള്ള ഒരാൾ P സ്കൂളൊക്കെ നടത്തി ഇതുപോലെ IS റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടത്തുന്ന ഒരു വലിയ ആളാകാനൊന്നും നമുക്കൊന്നും സാധിക്കില്ല. മാത്രമല്ല, ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു. അതുപോലെ ഐമൻ അൽ സവാഹിരി എന്ന് പറയുന്നത് ഒരു സർജനായിരുന്നു. അതുകൂടാതെ നമ്മളുടെ ബാഗ്ദാദി ഒരു PhD-കാരനായിരുന്നു. നമ്മളുടെ സെപ്റ്റംബർ 11 അവിടെ ആ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചിട്ട ചങ്ങാതി നമ്മളുടെ മുഹമ്മദ് ആറ്റ എന്ന് പറയുന്നത്, മൂപ്പരും ഇതേപോലെ ഒരു വലിയൊരു എഞ്ചിനീയറോ എന്തോ ഒരു റിസർച്ച് സ്റ്റുഡൻ്റൊക്കെ ആയിരുന്നു. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും
ഇതുപോലെ വലിയ വലിയ ആളുകൾ, വലിയ എഡ്യൂക്കേഷനുള്ള ആളുകളൊക്കെ ഭീകരവാദികളാകുന്നത് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണല്ലോ ഇസ്ലാമിന്. അത് മതിയല്ലോ എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നമുക്കിപ്പോൾ തൽക്കാലം LP സ്കൂള് വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇതുപോലെ സ്യൂഡോ സയൻസ്, ഹോമിയോ വിദ്യാഭ്യാസമൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ നാട്ടുകാർക്ക് അത്യാവശ്യം സമാധാനം കൊടുത്തു പോകുന്നുണ്ട്. യഥാർത്ഥ സമാധാനം പിന്നെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് വെച്ച് കഞ്ഞി പിടിച്ച് പോകാം എന്നാണ് പറയാൻ ഉള്ളത് ആ ഒരു വിഷയത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. നിങ്ങൾ പഠിക്കുന്നതും നിങ്ങൾ ഓരോ അറിവ് നേടുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഈ ലോകത്തെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതോ ഹൂറികളെ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി രണ്ടാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് NIAയുടെ ഒരു മറ്റൊരു അറസ്റ്റ് തന്നെയാണ്. അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കേസ്, അത് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പോപ്പുലർ ഫ്രണ്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് നിരോധിക്കപ്പെട്ട സംഘടനയാണെന്നറിയാം. ഇതെല്ലാം മാർച്ച് മാസത്തിൽ നടന്നിട്ടുള്ള വാർത്തകളാണ്. നമ്മളുടെ ശ്രദ്ധയിൽ പെടാതെ പോയി എന്ന് ഞാൻ പറയുന്നില്ല. അന്നത്തെ ഒരു തിരക്കുണ്ടായിരുന്നു, ആ തിരക്കിൽ പെട്ടുപോയതാണ്. അതുകൊണ്ട് നമുക്കിതൊന്നും പറയാൻ പറ്റിയില്ല. മുന്നേ ഇത് പറയണമെന്ന് വിചാരിച്ച് എടുത്തു വെച്ച വാർത്തകളായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും അത് ചേർത്ത് പറയുകയാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വാർത്തയും അറസ്റ്റ് വാർത്തയും അതിലും കാണുന്നത് ഒരു ചങ്ങാതീനെ അറസ്റ്റ് ചെയ്ത് തന്നെയാണ്. ആൾ മുങ്ങി നടക്കുകയായിരുന്നു എന്നതാണ്. അബ്ദുൽ സലീം, ഇദ്ദേഹമാണ് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത്. അവിടെ എന്താ ചെയ്തത്? ഹീ വാസ് ഇൻവോൾവ് ഇൻ റാഡിക്കലൈസേഷൻ ആൻഡ് റിക്രൂട്ടിംഗ് മുസ്ലിം യങ്സ്റ്റേഴ്സ് ഫോർ ദ PFI, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ IS, അത്രയേ ഉള്ളൂ. ദ NIA took over the case from തെലങ്കാന പോലീസ്. തെലങ്കാനയിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കേസാണ് ഇവർ ഏറ്റെടുത്തതും ആ അറസ്റ്റ് നടത്തുന്നതും. ഇവിടെയും നിങ്ങൾക്കറിയാം എന്താണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നത് നമുക്കറിയാലോ. ഇവിടെ എന്താ അവർ പറഞ്ഞു വെച്ചിരുന്നത്? ടു മേക്ക് ഇന്ത്യ ഇൻറ്റു ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ബൈ 2047. ഇസ്ലാമിക് നേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തോ വേറെ സാധനമെന്ന് നിങ്ങൾക്ക് വിചാരം ഉണ്ടാവും. വേണ്ട, ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇന്ത്യ 2047 ആകുമ്പോൾ, ഇതിപ്പോൾ 2024 ഏതാനും കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇന്ത്യയും ഒരു ശരിയ ഭരണത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായിട്ട് മാറ്റണം എന്ന് പ്രഖ്യാപിത ലക്ഷ്യം മാത്രമല്ല, അത് എഴുതി വെക്കുകയും അതിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കുകയും അതിന് എങ്ങനെയൊക്കെ ആളുകളെയൊക്കെ പറ്റിക്കാം, എങ്ങനെയൊക്കെ അവരെ കുഴപ്പത്തിൽ ചാടിക്കാം, എങ്ങനെ അവരെ കബളിപ്പിക്കാം എന്ന് വരെയുള്ള കാര്യങ്ങൾ ഡോക്യുമെൻ്റായിട്ട് എഴുതി വെച്ചിട്ട് എങ്ങനെയാണ് അതിന് അവർ ഇറങ്ങിത്തിരിച്ചത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വീഡിയോ മുന്നേ നമ്മൾ ചെയ്തത് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് ലഭിക്കും. സാന്ദർഭികമായിട്ടൊരു കാര്യം പറയുന്നത്, ഇന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ 2024 ജാനുവരി മുതൽ ഉള്ള വീഡിയോകളിൽ, അത് ലൈവ് ആയിക്കോട്ടെ, നമ്മളുടെ റെക്കോർഡഡ് വീഡിയോ ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, അതിനകത്ത് സബ് ടൈറ്റിൽ കിട്ടുന്നൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഉള്ള വീഡിയോസിൽ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ 2024 മുതൽ നമ്മൾ ചെയ്തു തുടങ്ങിയ എല്ലാ വീഡിയോസിലും അതിൻ്റെ സബ് ടൈറ്റിൽ വരും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറബിയിലും ഒക്കെ വരും. അപ്പോൾ ഇനി എവിടെ നിന്നൊക്കെയാണ് പണി വരിക എന്നൊന്നും പറയാൻ കഴിയില്ല. ഇനി എല്ലാ ഭാഷയിലുള്ള പണികളും തെറികളുമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്ന സന്തോഷ വാർത്തയും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ഈ വീഡിയോസ് ഇതിൻ്റെ ഭാഗങ്ങളായിട്ടോ മുഴുവനായിട്ടോ ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. നിങ്ങളത് പരമാവധി ചെയ്യുക. കാരണം നമ്മുടെ ലക്ഷ്യം ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ഒന്നുമല്ല, ഓപ്പൺ ആണ്, ഓപ്പൺ യൂസ് ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു കാര്യം അത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ഈ വാർത്തയിലായാലും ഇതിന് മുന്നത്തെ വാർത്തയിലായാലും ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇവർ ഏറ്റവും കൂടുതൽ ഈ സാധനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് വാട്സപ്പും ടെലഗ്രാമുമാണ്. കുറഞ്ഞ നാളുകൾക്ക് മുന്നേ, ദിവസങ്ങൾക്ക് മുന്നേ ധ്രുവ് രാട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ആ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ അതിനെക്കുറിച്ചൊരു ചെറിയ കമൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് അത്ര വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എന്താണ് കാരണം എന്നുള്ളതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ അതിൻ്റെ ഒരു എന്തുകൊണ്ട് അതിനകത്തൊരു ഇരട്ടത്താപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് കട്ടാക്കുക, വാട്സപ്പ് പോലെയുള്ള ഇതുപോലെയുള്ള സംവിധാനങ്ങൾ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന രീതിയും അത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു രാജ്യം അത് ഇന്ത്യ തന്നെയാണ്. ഞാനും മുന്നേ ഇന്ത്യയുടെ ജനാധിപത്യ ആ ഒരു സംവിധാനത്തിൽ ഏൽക്കുന്ന ഒരു വലിയ പരുക്കായിട്ട് അത് ഉയർത്തി കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നേ നടന്ന ഒരു പ്രസംഗത്തിൽ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞതാണ് ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുക. അതെന്താണ് അതിൽ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ കശ്മീരിലെ വിഷയമായാലും ശരി, അതുപോലെ കോവിഡിൻ്റെ സമയത്തായാലും ശരി, അതുപോലെ പല സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം, ഈ ഫോൾസ് ഇൻഫർമേഷൻ അത് പാസ് ചെയ്തുകൊണ്ട്, ഈ വാട്സപ്പ് ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിലൂടെ ആളുകളുടെ ജീവന് പോലും അപകടം ഉണ്ടാക്കുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് ഈ മോബ് ലിഞ്ചിങ് വന്ന സമയത്ത് അത് വലിയൊരു വിഷയമാവുകയും
അതുവരേക്കും ആ കാലഘട്ടങ്ങളിൽ വാട്സപ്പിന് അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ഇഷ്ടമുള്ള അത്രയും ആളുകളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുന്നതിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയും അതുപോലെ ബ്രസീലും പോലെയുള്ള ചില രാജ്യങ്ങളിൽ ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് വാട്സപ്പ് ഒരു തീരുമാനം അവർ ഒരു ടെമ്പററി ആയിട്ട് നടപ്പിലാക്കി, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ. അത് ഇന്ത്യയിലാണ് അന്ന് നടപ്പിലാക്കി, ഇന്ത്യയിലും ബ്രസീലും. എന്താണത്? ഫോർവേഡിങ് എന്ന് പറയുന്നത് 5 പേർക്ക് മാത്രമാക്കിയിട്ട് ചുരുക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. എന്തായിരുന്നു അതിന് കാരണം? ഇതുപോലെ ഈ ലിഞ്ചിസ്ഥാൻ ആയിട്ട് ഇന്ത്യ മാറിയതിൻ്റെ ഒരു കാരണം തന്നെയായിരുന്നു അന്ന് അതിന് സംഭവിച്ചത്. അപ്പോൾ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ ഇത്തരം ഫേക്ക് ന്യൂസ് അത് ഇതിലൂടെ പ്രചരിച്ചുകൊണ്ട് ആളുകളുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുക. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഈ ഫോൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം അത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്? കട്ട് ചെയ്തപ്പോൾ പ്രശ്നം, അത് ജനാധിപത്യത്തിന് വലിയ പരിക്ക്. കട്ട് ചെയ്തില്ലെങ്കിലോ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വലിയ കുഴപ്പമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ ചെയ്താലും, നമ്മൾ സാധാരണ പറയാറുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നത് പോലെ എന്ന് നമ്മൾ പറയും. അതായത് വലതുകാലം വെച്ച് കയറിയാൽ പറയും, ഓ നീ ഇപ്പോൾ ഇവിടെ നന്നാക്കി, ഇവിടെ പൂജയും കഴിഞ്ഞിട്ട് പോകാനാണോ നീ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ചോദിച്ചിട്ട് അടി കിട്ടും. ഇനി അതല്ല, ഇടത്തേക്കാല് വെച്ചാണ് കയറുന്നത്, ഓഹോ അപ്പോൾ നീ ഇവിടെ മുടിച്ചിട്ടേ പോവുള്ളൂ അല്ലേ എന്ന് പറഞ്ഞിട്ട് അടി കിട്ടും. എങ്ങനെ പോയാലും നമ്മൾ കാല് വെച്ച് കയറിയാൽ, പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ അടിയാണ് എന്നതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, ഇന്ത്യയിൽ ഇതുപോലൊരു വലിയൊരു ഒരു രാജ്യമായിട്ട് നമ്മൾ നിലനിൽക്കുമ്പോൾ ഈ ആളുകളെ, ഈ മോബ് കൺട്രോളിങ് എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് വലിയ തോതിൽ ഒരു വിഷമം നേരിടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതിന് പലതരം ടാക്ടിക്സ് ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു. അതിലൊരു പ്രധാന സംഗതിയാണ് ഇത്തരം ഇതുപോലെയുള്ള മെസ്സേജിങ് ആപ്പുകൾ അത് മോണിറ്റർ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. ഇന്നിപ്പോൾ വാട്സപ്പിൻ്റെ എൻക്രിപ്ഷൻ പോലും അത് ബ്രേക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതും. മിക്കവാറും വാട്സപ്പും ഇന്ത്യയിൽ നിന്ന് പൂട്ടിക്കെട്ടി പോകാനുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. എവിടെയാണ് കൊണ്ട് എത്തിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എല്ലാവരും കൂടി കുട്ടിച്ചോറാക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ന് ഇന്ത്യക്ക് അവരുടെ സുരക്ഷാ ഭീഷണി അത് മുൻകൈ എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം നമ്മൾ ഒന്ന് പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറിയിരിക്കുന്നത് ഇസ്ലാമിക് ടെററിസം കൂടിയാണ് എന്ന് വരുന്നിടത്താണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മളുടെ രാജ്യം ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ കാരണമാകുന്നത് എന്ത് എന്നുള്ള ചിന്ത നമുക്ക് വരണമെന്ന് പറയുന്നത്. അത് വരാതെ ഇത് ചെയ്യുന്നതിൻ്റെ പേരിൽ ജനാധിപത്യത്തിന് ഇടികിട്ടാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് നിലവിളിക്കുമ്പോൾ ആരാണ് ഇതിന് വഴിവെക്കുന്നത് എന്നും കൂടി ചോദിക്കാതിരിക്കുമ്പോൾ അത് ശരിയല്ല എന്നാണ് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് രാമനവമി ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്കറിയാം, നമ്മളുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഹിന്ദു പ്രൊസഷൻസ് നടക്കുന്ന സമയത്ത് അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട്, ഒന്നാമത് ഈ റോട്ടിലൂടെയുള്ള പ്രൊസഷനെ ഞാൻ അനുകൂലിക്കുന്ന ഏത് മതത്തിൻ്റെ ആയാലും അത് സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ വലിയ തോതിൽ ഹനിക്കുന്ന, അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്, നമുക്കറിയാം. എന്നാലും ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട്, സ്റ്റോൺ പെൽറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം, കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട് അതിൽ അക്രമം അഴിച്ചുവിടുന്ന ഒരവസ്ഥ അത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ പല സ്ഥലങ്ങളിലെന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഈ ഏപ്രിൽ 17 വെസ്റ്റ് ബംഗാളിലുണ്ടായിട്ടുള്ള ഈ ഒരു സ്റ്റോൺ പെൽറ്റിംഗ്. അവിടെയും നമ്മളത് കണ്ടത് സെയിം സാധനം തന്നെയാണ്. അതിനു മുന്നേ നമ്മൾ മഹാരാഷ്ട്രയിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടായപ്പോൾ ചിലതിലൊന്നും തെളിവ് കിട്ടാറില്ല, ചിലതിലൊക്കെ തെളിവ് കിട്ടുന്നു, ചിലതിൽ അറസ്റ്റ് നമുക്ക് നടത്താൻ കഴിയുന്നു. എവിടെ സംഭവിച്ചത്? ഇത് കല്ലെടുത്ത് എറിയുന്നത് ഇവിടെ ക്യാമറയിൽ പതിയുന്നു. അത് വലിയ തോതിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും അത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അന്വേഷണം പോലീസ് ഏറ്റെടുക്കുന്നു. അവസാനം പോലീസിൻ്റെ കയ്യിൽ നിന്നും അത് മാറ്റി NIA അത് വിടുന്നു. അവസാനം NIA അവിടെ അന്വേഷണം നടത്തിയിട്ട് അറസ്റ്റ് ഉണ്ടാക്കുന്നു. 11 പേരെ അറസ്റ്റ് ചെയ്തതിൻ്റെ വാർത്ത പുറത്തുവിടുകയാണ്. അപ്പോൾ ഇതിൽ സംഭവം ഇത്രയേ ഉള്ളൂ. ക്ലാഷസ് ഡ്യൂറിങ് പ്രൊസഷൻ ഇൻ മുർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റോൺ ത്രോൺ ഫ്രം റൂഫ് ടോപ്സ് റിപ്പോർട്ടഡ് റിസൾട്ടിങ് ഇൻ ഇഞ്ചുറീസ്. പോലീസ് റിസോർട്ടഡ് ടു ലാത്തി ചാർജ് ടിയർ ഗ്യാസ് ടു കൺട്രോൾ സിറ്റുവേഷൻ. ഇതാണെന്ന് സംഭവിച്ചത്. അതിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം, എങ്ങനെയാണ് ഈ കല്ലെടുത്ത് എറിയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ 11 പേരെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും, പണ്ട് ഞാനൊക്കെ ഇങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ വരുമ്പോൾ
പടച്ചോനെ അത് കാക്കാമാരായിരിക്കരുത്, നമ്മളെ കൗമായിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ ഏതെങ്കിലുമൊക്കെ കാക്കാമാരും സെക്യുലറിസ്റ്റുകളും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഈ 11 പേര് എന്നും കൂടി നമ്മളൊന്ന് അറിയണമല്ലോ. അപ്പോൾ ഇവർ ചെയ്ത പോക്കിരിത്തരം നിങ്ങൾക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വാർത്ത ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പ്രോസഷൻ പോകുന്നു, അതിലേക്ക് കല്ലെടുത്തെറിയാൻ വേണ്ടിയിട്ട് അവർ പ്ലോട്ട് ചെയ്യുന്നത് കൂടാതെ അവിടെ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗൂഢാലോചന പോലും അവരവിടെ നടത്തുന്നു. ഇതെല്ലാം അവരവിടെ കണ്ടുപിടിക്കുകയാണ്. അത് വെച്ചുകൊണ്ടാണ് അറസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ആളുകൾ എന്നുള്ളത് ഒന്ന് നമുക്കിവിടെ കാണാം. അപ്പോൾ പേരുകൾ ഇവിടെ ഈ നീല മാർക്ക് ചെയ്തിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. കുറച്ചുകൂടി എളുപ്പത്തിൽ വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് നമുക്ക് പേരൊന്ന് വായിക്കാം. ഷമീം അഹമ്മദ്, ഏലിയാസ് ബാരെ, ബൽവന്ത് സിംഗ്, മെഹ്മൂദ് ആലം, മെഹ്ഫൂസ് ആലം, ഷംഷാദ് ആലം, പിന്നെ മുഹമ്മദ് അലി, സലീം ജാവേദ്, സർഫറാസ് ആലം, ഫിറോസ് ഖാൻ, മുഹമ്മദ് സമീർ അൻസാരി, ഷംഷാദ് ഹുസൈൻ, ഷംഷാദ് അലി. ഇത്ര ആളുകളാണ്. ഇതിലെല്ലാം മിക്കവാറും എല്ലാം കാക്കാമാരാണ്. ഒരു ബൽവന്ത് സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതിയുണ്ട്. എങ്ങനെ ഇതിനകത്ത് പെട്ടു എന്ന് എനിക്കറിയില്ല. എന്തായാലും പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കിയൊക്കെ കാക്കാമാർ തന്നെയാണ്. ഇനി ഇതിൽ ഈ പേര് ഞാനിവിടെ എടുത്ത് വായിച്ചതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ മറ്റൊരു വാർത്ത കണ്ടിട്ടുണ്ടാവും. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കുട്ടികൾക്കിടുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തള്ളിമറിക്കുന്നത് കണ്ടു. ഞാനിപ്പോൾ മറ്റൊരു പ്രഖ്യാപനം കൂടി ഇവിടെ നടത്തുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കുറ്റവാളികൾക്കുള്ള പേര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മുഹമ്മദ് എന്ന പേര് തന്നെയാണ് എന്ന് നമുക്കിവിടെ കാണും. ഇപ്പോൾ 11 പേരെ ഇവിടെ അറസ്റ്റ് ചെയ്തപ്പോൾ പച്ച കളറ് നിങ്ങൾക്കിവിടെ 3 എണ്ണം കാണാം. 11-ൽ 3 പേര്, 3 അല്ല, ഒരെണ്ണം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം ഷമീം അഹമ്മദ് എന്ന് പറയുന്ന ഒരു പേരും കൂടിയുണ്ട്. അഹമ്മദ് എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ വേറൊരു വേർഷനാണ്. അതും കൂടി നമുക്കിവിടെ ഉപയോഗിക്കാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 പേരെ കുറ്റവാളികളെ നമ്മൾ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് 4 പേരുടെ പേരിൽ മുഹമ്മദ് തന്നെയാണ് എന്ന് വരുന്നിടത്ത് എന്താണ് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കുട്ടികൾക്കിടുന്ന പേര് മാത്രമല്ല മുസ്ലിം എന്ന പേര്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ജയിലുകൾ പോവുക, അതിനകത്തുള്ള മുസ്ലിങ്ങളുടെ ലിസ്റ്റ് എടുക്കുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കൊലപാതകികളും അല്ലെങ്കിൽ ഇതുപോലെ ക്രൈം ചെയ്ത ആളുകളുടെ പേര് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതും മുഹമ്മദ് തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ കുറ്റവാളികൾക്കും ഇതേപോലെയുള്ള വലിയ വലിയ പിടികിട്ടാപ്പുള്ളികൾക്കും ബലാത്സംഗികൾക്കും ഇതുപോലെ പിടിച്ചു പറിക്കാർക്കും അതുപോലെ ഇങ്ങനെ കൊള്ള നടത്തി ജീവിക്കുന്ന ആളുകൾക്കും പിന്നെ കുട്ടികളെയൊക്കെ റേപ്പ് ചെയ്യുന്ന ആളുകൾക്കും ഇങ്ങനെ സാമുദായിക സംഘർഷമുണ്ടാക്കുന്ന ആളുകൾക്കും ഇതുപോലെ മറ്റുള്ള മതക്കാരെയൊക്കെ ഇതുപോലെ അവഹേളിക്കുന്ന ആളുകൾക്കും അങ്ങനെ എന്തുതരം കൊള്ളരുതായ്മകൾ, എന്തുതരം ക്രൈം നിങ്ങളെടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഏർപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് ഇടാൻ പറ്റിയ നല്ലൊരു പേര് തന്നെയാണ് മുഹമ്മദ് എന്ന പേര് എന്നും കൂടി ഞാനിവിടെ നിന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വലത്തെ കൈ വെട്ടാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ സാധനം തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇടുന്ന പേരാണ് മുഹമ്മദ് എന്ന് ഞാനും ഇവിടെ അങ്ങോട്ട് സമ്മതിച്ച് തരാണ്. ലേലുവല്ലു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു തരണം എന്ന് പറയുകയാണ്. ഓക്കെ, ഇതാണ് ഒരു സംഭവം. നമ്മൾ 3 വാർത്തകൾ ഇതൊക്കെയാണ്. ഇനി നിങ്ങൾ പറയും ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഹിന്ദു ഭീകരത എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക എന്നത് നിങ്ങൾ ചോദിച്ചു പോവുകയാണ്. ഞാൻ ചോദിച്ചു പോകുന്ന അവിടെയാണ്, നിങ്ങളും ചോദിച്ചു പോകുന്നുണ്ടാവും ഇതിനോടകം തന്നെ. പലപ്പോഴും ഞാൻ ആ വാക്ക് പറയുന്ന സമയത്ത് പല ആളുകളും അതിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കതിനുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ ആ പേര് നമ്മൾ പറയുമ്പോഴും അത് ഇസ്ലാമിക ഭീകരവാദം പോലെയാണ്, അതല്ലെങ്കിൽ അത്രത്തോളമുണ്ട് എന്ന് പറയുന്നതിനോട് ഇനി യോജിക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ഞാൻ പുതുക്കി വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഭീകരതയുണ്ട്. അത് മറുപടിയായിട്ടാണോ, അതിന് റിഫ്രാക്ടറി ആയിട്ടാണോ, അതല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആയിക്കൊണ്ടുള്ളതാണോ, അതല്ല ഇതൊന്നും ഇല്ലാതെ തനിയെ ഉണ്ടാകുന്നതാണോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ പല കാര്യങ്ങളും ഹിന്ദു ഭീകരത എന്ന് പറയുന്ന സാധനത്തിന് അവിടെ വാലിഡായിട്ട് വരുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു കുഴപ്പം. അവിടെ നമുക്ക് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഇനി ഈ ഒരു സമയത്ത് പറയേണ്ട ഒരു വാർത്തയുണ്ട്. നമ്മൾ ദബോൽക്കറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കോടതി വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് നിരീക്ഷിച്ച് വരികയാണ്. അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്ക് അടുത്ത ദിവസം പറയാം. കാരണം അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അത് നമ്മൾ റിയാസ് മൗലവിയുടെ വധക്കേസ് അതിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതും നമുക്കിവിടെ പറയേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അത് ഇവിടെ സമൂഹത്തിൽ ചർച്ചയാകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഒരു കാര്യം ഇവിടെ ഇപ്പോൾ പറയുന്നത് ഹിന്ദു ഭീകരത എന്ന് പറഞ്ഞുകൊണ്ട് അതും എടുത്തു വെച്ചുകൊണ്ട് മുസ്ലിം ഭീകരതയെ
കൊച്ചാക്കാനോ അതിനെ റദ്ദാക്കാനോ അതിനെ ലഘൂകരിക്കാനോ ഉള്ള ആ ശ്രമത്തിന് ഇനി ഞാൻ കൂട്ടു നിൽക്കില്ല എന്നത് ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. അത് ശരിയല്ല, ആര് തന്നെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട്? കാരണം ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ടെറർ ത്രെറ്റ് ആയിട്ട് ഇന്ന് മാറിയിരിക്കുന്നത് ആഗോളതലത്തിൽ, അതിന് വെസ്റ്റെന്നോ ഈസ്റ്റെന്നോ സൗത്തെന്നോ നോർത്തെന്നോ വ്യത്യാസമില്ലാതെ, ഈ സമ്പന്ന രാഷ്ട്രമെന്നോ പട്ടിണി രാജ്യമെന്നോ വ്യത്യാസമില്ലാതെ ഏത് സ്ഥലത്ത് പോയാലും, ചൊവ്വയിൽ പോയാൽ പോലും നേരിടുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നൊരു സാധനമാണ് ഇസ്ലാമിക ഭീകരവാദം. ഹിന്ദു ഭീകരവാദത്തെ നിങ്ങൾക്ക് അങ്ങനെ കണക്ക് കൂട്ടാൻ പോലും സാധിക്കില്ല എന്നത് പോയിട്ട് അങ്ങനെ ഒരു 7 അയലത്ത് പോലും വരുന്നില്ല എന്നതുകൊണ്ട് അത് ഇനി എടുത്തു വെച്ചുകൊണ്ട് പറയേണ്ട കാര്യമേ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നത്. രണ്ടാമത്തത്, ഈ ഇസ്ലാമിക് ടെററിനെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന മെഷേഴ്സ് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹിന്ദു ടെററോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് അത് തനിയെ ഇല്ലാതാകുന്ന സാധനമാണ് എന്നുമാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങൾക്ക് മറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അത്രേ എനിക്കതിനകത്ത് പറയാനുള്ളൂ. കാരണം ഇവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞതാണ്. ഈ ഇസ്ലാമിക് ടെറർ തന്നെയാണ് ആഗോള പ്രശ്നം. അത് ഏറ്റവും പുതിയ ആ വഴിത്തിരിവുകൾ അല്ലെങ്കിൽ ആ വാർത്തകൾ കൂടി നമുക്കൊന്ന് ഇവിടെ നോക്കണം. ഇതിപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യമാണ്. US ഒരു സെനറ്ററാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഇതുപോലെ വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു പ്രസംഗ ശകലം എന്ന് വേണമെങ്കിൽ പറയും. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് മാസീവ് മുസ്ലിം ടേക്ക് ഓവർ ഇൻ UK എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമാണ്. US റിപ്പബ്ലിക്കനാണ് ആളുടെ പേര് ചിപ്പ് റോയ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് ഓടിച്ച് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. Is anybody paying attention to what's happening in London? I'm going to say it here on the floor of the House to get the scorn of people when I say you've got a massive Muslim takeover of the United Kingdom going on right before our eyes. They always say, Chip, well, what is wrong with that? Well, I've got some pretty strong concerns about Sharia law and whether that'll be forced upon the American people. In this case, the people of the United Kingdom. I've got pretty strong concerns about people who want to see Israel's destruction, who were happy about October 7th, who were elected in the United Kingdom. Some might say that we've seen that here in the United States. What are we going to do about that? We have 51.5 million people who are foreign-born in the United States. They have about 20 to 25 million kids. That puts that well over 20-something% of our population. It's the highest such number in the history of our country. People say, well, isn't that great? Is it? Are we teaching people about Western civilization? Are we teaching people about the Constitution, the Bill of Rights, the rule of law? Are we teaching them Western values? Are we teaching them God exists? Are we teaching them the importance of freedom? Or are we teaching an entire generation or 2 or 3 to run around complaining about what's wrong and why the entire world is against them because of their skin color, their sex, their supposed gender identity, whatever the hell category we create to make people have an excuse for not just stepping up and achieving the American. Okay. ഇത് ഇൻസ്റ്റാഗ്രാമിലാണ് എനിക്ക് കാണാനിടയായത് ഈ ഒരു വീഡിയോ. അപ്പോൾ വളരെയധികം ചിന്തിപ്പിച്ച ഒരു സംഗതിയാണ്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ അതെടുത്ത് വെച്ചുകൊണ്ട് അത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് ആഗോള രാജ്യങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇലക്ഷനെ കുറിച്ച് പറയുന്നു, അതല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലിനകത്ത് മുസ്ലിം ഫിൽട്ടർ വെക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ ആഗോള രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നു. US പറയുന്നു, ജർമ്മനി പറയുന്നു, പലരും. പക്ഷേ ഇപ്പോൾ ഇവിടെ UK നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെ ആരെങ്കിലും ഇതുപോലെ കണ്ടം ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. പോട്ടെ, ഇന്ത്യയെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതൊരു വലിയ പോരായ്മ തന്നെയാണ്. നമുക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഈ ഇസ്ലാമിക് ടെററിനെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണവും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതാണ് അതിൻ്റെ കാരണമായിട്ട് വരുന്നത്. ഇവിടെ ഇദ്ദേഹം ഈ പറഞ്ഞു വെച്ച വിഷയത്തിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് UK നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടേക്ക് ഓവർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു വെക്കുന്നത്, നമ്മൾ ലോകത്ത് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എവിടെയാണ് ഈ ഡെമോക്രസിയുടെ ഒരു കളിത്തൊട്ടിൽ എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂറോപ്പിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, യൂറോപ്പിലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യം UK ആണെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ UK ഉണ്ടാക്കുകയും വിഭാവനം ചെയ്യുകയും ചെയ്തിട്ടുള്ള അത്തരം ഡെമോക്രാറ്റിക് ആൻഡ് സെക്യുലർ ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോലും ഉള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിന് ഏൽക്കേണ്ടി വരുന്ന പരിക്ക്
എന്താണ് എന്ന് നമ്മൾ കാണണം. അത് യു കെയിൽ തന്നെ ഏൽക്കേണ്ടി വരുന്ന പരിക്ക് ആണ് എന്നും കൂടി വരുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഒന്നത്. രണ്ട്, നമ്മളെപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിൽ ഈ ഹിന്ദു മുസ്ലിം ഈ ഒരു പ്രശ്നത്തിൻ്റെ കാതലായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അത് ബ്രിട്ടീഷുകാരാണ്. അത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സാധനം അവരുണ്ടാക്കി വെച്ചതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. അങ്ങനെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നൊരു സാധനം അത് നടപ്പിലാക്കാൻ വേണ്ട ആ ഒരു ചേരുവ അതിവിടെ ഉണ്ടായതുകൊണ്ടല്ലേ ഈ ബ്രിട്ടീഷുകാർക്ക് അത് ഉപയോഗിക്കേണ്ടി വന്നത്. അത് ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേരുവ ഇവിടെ ഉണ്ടായിരുന്നു എന്നും അത് ബ്രിട്ടീഷുകാരില്ലെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യുമെന്നും ബ്രിട്ടീഷുകാരില്ലാത്ത സ്ഥലങ്ങളിലും അത് ആപ്ലിക്കബിൾ ആകുമെന്നും എന്ന് നമ്മളെ തെളിയിച്ചു തന്നത് ആരാണ്? അത് ഹിന്ദുക്കളല്ല, അത് മുസ്ലിങ്ങൾ തന്നെയാണ്. ലോകത്തെ ഏത് രാജ്യം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, യൂറോപ്പിലെ ഓരോ രാജ്യവും നിങ്ങളെടുത്ത് നോക്കുക, US അല്ലെങ്കിൽ അമേരിക്കൻ നാടുകളിലെ ഓരോ സ്ഥലങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക. ഇപ്പോൾ ഈവൻ എന്താ പറയുക, പച്ചല കൊടുത്തു കഴിഞ്ഞാൽ അതുപോലും ചവച്ചരച്ച് തിന്നും എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഈ ബുദ്ധമതക്കാർ പോലുള്ള സ്ഥലങ്ങളിൽ പോലും അവരെ കൊണ്ട് പോലും വാളെടുപ്പിച്ചത് ആരാണ്? അത് ഈ കാക്കാമാരാണ്. ജപ്പാനിൽ അവരെ കൊണ്ട് പോലും വാളെടുപ്പിച്ചത് ആരാണ്? അത് കാക്കാമാരാണ്. അല്ലാതെ വേറെ ആരുമല്ല അത് ചെയ്യിച്ചത്, ഹിന്ദുക്കളല്ല അത് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് കാണാൻ കഴിയുന്നു. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാകുന്നത്, ബ്രിട്ടീഷുകാർ വേണ്ട ഈ ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടാക്കാൻ. ഒന്ന് അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം, ബ്രിട്ടീഷുകാരില്ലെങ്കിലും ഈ സാധനം ഉണ്ടാകുന്നു എന്നും കൂടി വരുമ്പോൾ ആരാണ് ഇതിൻ്റെ കുഴപ്പം സൃഷ്ടിക്കുന്നത്, ആരാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ചൂണ്ടിക്കാണിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് നമ്മളിവിടെ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോൾ ഈ റിപ്പബ്ലിക്കൻ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്ന സംഗതിയുടെ ആധാരമായ പ്രധാന വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UK കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ സംഭവ വികാസങ്ങളാണ്. അതിലേറ്റവും പ്രധാനമാണ് അവിടെ നടന്നിട്ട് കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ജയിച്ചു കയറുന്നു. അദ്ദേഹം ഗ്രീൻ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു വക്താവാണ്. അദ്ദേഹം പ്രോ പാലസ്റ്റീൻ ആയിട്ടുള്ള ആളാണ്. മാത്രമല്ല 40ഓളം അത്തരത്തിലുള്ള പ്രോ പാലസ്റ്റീൻ കാൻഡിഡേറ്റ്സ് അവരെ ജയിച്ച് കയറുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളവിടെ കണ്ടത്. അങ്ങനെ കയറുന്ന സമയത്ത് അവരെന്താ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിറങ്ങി നിന്നിട്ട് അല്ലാഹു അക്ബർ വിളിക്കുകയും അവരുടെ വിജയം പാലസ്തീൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുകയും, ഈ ഗ്രീൻ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മാത്രം പാർട്ടിയൊന്നല്ല എന്നിരിക്കെ അതിനകത്ത് മതേതരമായിട്ടും അതല്ലെങ്കിൽ പാലസ്തീനിൻ്റെ വക്താക്കൾ എന്നുള്ള രീതിയിൽ ഹമാസ് ഒക്ടോബർ 7 അഴിച്ചുവിട്ട ആ ഭീകര ആക്രമണത്തെ, അതിനെ ഭീകര ആക്രമണം എന്ന് വിളിക്കുന്ന ആളുകളെ പോലും അവർ അറിയാതെ അവരുടെ വായിലേക്ക് അത് റെസിസ്റ്റൻസ് ആണ് എന്ന് പോലും പറഞ്ഞു തിരുകുന്ന ഒരു കാഴ്ച ഈ നേതാക്കൾ പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എതിർപ്പ് വരുന്നു. ആ എതിർപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അന്വേഷണം പോലും അവർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ കാൻഡിഡേറ്റ് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഓക്കെ, ഇത് പാലസ്തീനിലെ കാഴ്ചയല്ല, ഇത് UK കാഴ്ചയാണ് കേട്ടോ. UK ഒരു കൗൺസിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിൽ വിജയിയായിട്ടുള്ള ആൾ പറയുന്ന സംഗതിയാണ് അല്ലാഹു അക്ബർ. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഹല്ലേലൂയ പറയുന്നതും ഇനിയിപ്പോൾ അവിടെ ഹിന്ദുക്കളുണ്ടായിരുന്നതിന് ജയ് ശ്രീറാം വിളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെയാണ് മതം ഇല്ലാത്ത ഒരു മേഖലയിൽ അവിടെ മതം കൊണ്ടുവന്നിട്ടുകൊണ്ട് അതിനെ ചാർജ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ കൊണ്ടും മതം എടുപ്പിക്കുന്ന പണി ഈ കാക്കാമാർ ചെയ്തു വെക്കുന്നത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടത്. ഇനി ബാക്കിയുള്ള ആളുകളും മതമെടുത്താൽ അന്നേരം കിടന്നിട്ട് മോങ്ങിയിട്ട് കാര്യമില്ല കാക്കാമാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ പേരിലുള്ള ബാക്ക്ലാഷസ് എന്തെല്ലാം തരത്തിൽ വരും, എന്തെല്ലാം തരത്തിലുള്ള മുസ്ലിം വിരുദ്ധതയായിട്ട് ഇത് മാറാൻ പോകുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇത് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് ആ ഒരു സംഗതിക്ക് ശേഷം അവിടെ അതിലൊരു അന്വേഷണം പോലും ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു നിലയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് അന്വേഷണം നേരിടേണ്ടി വരുന്നൊരവസ്ഥ. മാത്രമല്ല ഇത് പറഞ്ഞത് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ അടിച്ചുവിട്ട ആ ഒരു ഭീകരാക്രമണത്തെ അത് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു വെക്കുകയും സിവിലിയൻസിൻ്റെ നേർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇൻക്ലൂഡിങ് ഈ സെക്സ് ആസ് എ ഫോം ഓഫ് വയലൻസ് അല്ലെങ്കിൽ ആസ് എ വെപ്പൺ അത് ഉപയോഗിക്കുന്നത് പോലും ശരിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള നരാധമന്മാർ വന്നു കഴിയുമ്പോൾ അവർ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു
ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്, ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്നും കൂടി നമ്മളോട് ചോദിക്കുകയാണ്. വലിയ തോതിൽ ഇത് ചർച്ചയാവുന്നു. അതിനകത്ത് പ്രത്യേകിച്ചും ഈ പാർട്ടികളിലും ജൂതന്മാരുണ്ടായിരിക്കെ അവരും ഇത് വലിയ തോതിൽ പ്രശ്നമായിട്ട് കാണുന്നു. കാരണം നിങ്ങൾ തിരിച്ച് ചിന്തിച്ചാൽ മതി, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത് ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ BJPയുടെ ആളുകൾ പച്ചയ്ക്ക് വന്ന് പറയാണ് മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടുന്ന് ഓടിക്കണം എന്ന് ഇവിടുത്തെ BJPയുടെ വക്താവ് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. പറയാതെ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് നിലവിളിയാണ്. അപ്പോൾ പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ജൂതന്മാരെല്ലാവരും വൈറ്റ് സുപ്രമസിസ്റ്റുകളാണ്, അവർ മുഴുവൻ കൊന്നൊടുക്കപ്പെടേണ്ടവരാണ്, അവരുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറയുന്ന കാഴ്ചയാണ് UK നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും പറയാതെ തന്നെ മുസ്ലിങ്ങളെ അങ്ങനെ കൊന്നൊടുക്കണമെന്ന്, അവരെ ആട്ടി ഓടിക്കണമെന്നോ പറയാതെ തന്നെ ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഏതോ കിതാബിൽ വിചാരധാരയിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇന്നും കിടന്ന് നിലവിളിയാണ് ഇവിടുത്തെ കാക്കമാർ. ഇതാണ് ഇതിനകത്ത് കാണേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, ആരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉന്നയിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണോ ഇത് ചെയ്യുന്ന ഒരു ത്വര ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അവർക്കാണ് ബാക്കിയുള്ള ആളുകൾ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണം നിരന്തരം നടത്താനും അങ്ങനെ ഒരു റേഡാറും വെച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ സ്കാൻ ചെയ്ത് നടന്നുകൊണ്ട് അതിൻ്റെ പേരിൽ നിലവിളിക്കാൻ തോന്നുക എന്നത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ പണി ചെയ്യുന്നത്? അത് കാക്കാമാർ തന്നെയാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ പ്രശ്നം എന്തായി? ഇപ്പോൾ ലാസ്റ്റ് ഇത് വലിയ തോതിൽ പ്രശ്നമാകുന്നു, ചർച്ചയാകുന്നു, അതിന് അന്വേഷണം വരുന്നു, അത് ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു പൊതുജന അഭിപ്രായവും കൂടി വന്നപ്പോൾ അവസാനം പറഞ്ഞു ഇത് ഇസ്ലാമോഫോബിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിലവിളിയാണ്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അതായത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇൻഡാസ് പോലും ഇന്ന് ചിലവാകുന്നില്ല എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്ര കാലവും ഈ കാക്കാമാർ എല്ലാ തരികടകളും പോക്കിരിത്തരങ്ങളും ഇതുപോലുള്ള ഭീകരവാദങ്ങളും ഒളിഞ്ഞും പാത്തും ചെയ്തുകൊണ്ടിരുന്നത് എന്നും കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഇതുപോലെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ നമ്മൾ കാണുകയാണ്. ഞാനിതിൽ തമാശയായിട്ട് കാണുന്നത്, പണ്ട് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കാണാനും അറിയാനൊക്കെ വർഷങ്ങളെടുക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ ഈ സഹായം ഉള്ളതുകൊണ്ട് നമുക്കൊരു ഷോർട്ട് ഫിലിം കാണുന്ന പോലെ ഇന്നിപ്പോൾ ഈ എല്ലാ വിഷയങ്ങളും ഒരാഴ്ച കൊണ്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇതുപോലെ ഒരു 5 മിനിറ്റിൻ്റെയോ 10 മിനിറ്റിൻ്റെയോ എൻ്റെ വീഡിയോ ആകുമ്പോൾ വലിച്ചു നീട്ടി പറയുന്നതുകൊണ്ട് ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ടോ നിങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ വ്യത്യാസം. ഈ പരുപ്പൊന്നും ഇനി വേവാൻ പോകുന്നില്ല ഇസ്ലാമിൻ്റെ എന്നത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആ സാധനം പണ്ട് നമ്മളൊരു എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്ന പോക്കരിത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഉടനെ ആ ഒരു വിക്ടിം കാർഡ് എടുത്ത് ഇറക്കുന്ന ഒരു പരിപാടി. അപ്പോൾ എൻ്റെ വേഷമാണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ മതമാണ് നിങ്ങളുടെ പ്രശ്നം, എൻ്റെ ഹിജാബാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തൊരു വിക്ടിം കളിക്കുന്ന ഒരു പരിപാടി. ആ പരിപാടി ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു കാക്കാമാരുടേത്. അതാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും കൂടിയാണ് ഇവിടെ നമ്മൾ അറിയാനുള്ളൊരു അവസരമായിട്ട് ഇത് മാറുന്നത്, ഇവിടെ കാണിച്ചു തരുന്നത്. ഇനി ഇതിപ്പോൾ ഇവിടെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടു ആ US റിപ്പബ്ലിക്കൻ അദ്ദേഹം അവിടെ നിന്നിട്ട് പറയുന്നത്, എൻ്റെ ചോദ്യം സമാനമായ രീതിയിൽ അതിനെക്കുറിച്ച് അതേ തോതിലുള്ള ഭയം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഭയം ഉണ്ടാകാനുള്ള സാധ്യത അത് ഇന്ത്യയിലില്ലേ? ഇന്ത്യയിൽ അങ്ങനെ ഒരു ഭയം ഉയർത്തിപ്പിടിക്കാനും അത് ഭയമുണ്ട് എന്ന് പറയാനുള്ള അവകാശം ഇവിടെയുള്ള ഹിന്ദുവിനുണ്ടോ? ഇതാണ് നമ്മളിനി അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഭയക്കാനുള്ള എന്ത് സംഗതിയാണ് ഇവിടെ കാക്കമാർ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇതുമാണ് നമ്മളിനി അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിത്രം പൂർത്തിയാവും. ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദുവിന് അല്ലെങ്കിൽ ഇവിടുത്തെ BJPയുടെ വക്താക്കൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ വലതുപക്ഷം എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ആളുകൾക്ക് ഇത് ഭയക്കാനുള്ള സാധ്യതയായി മാറുന്നു എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണും. ഇത് US അല്ല, ഇത് UK ഉള്ള ചില പോസ്റ്റേഴ്സും കാര്യങ്ങളെയാണ്. അതായത് യൂറോപ്പിൽ മൊത്തത്തിൽ നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്, അവിടെ ഒരു നോ ഗോ സോൺസ് എന്ന് പറയുന്ന സാധനങ്ങൾ പോലും ഉണ്ട്. അതുകൂടാതെ തന്നെ ശരിയ കൺട്രോൾഡ് ആയിട്ടുള്ള സോൺസ് പോലും ഇന്ന് യൂറോപ്പിൽ പല സ്ഥലങ്ങളിലുണ്ട്. അത് UK അതുപോലെ ബെൽജിയത്തിൽ നമ്മളുണ്ടെന്ന് പറഞ്ഞു, ഡെൻമാർക്കിലുണ്ട് എന്ന് പറഞ്ഞത് അവിടെ JCB കൊണ്ട് ഇടിച്ചു നിരത്തിയതിനെക്കുറിച്ച് നമ്മൾ വാർത്ത മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ അവിടെ ഉയർത്തുന്ന സാധനം ശരിയ ദ ഓൺലി സൊല്യൂഷൻ ഫോർ ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കാലിഫേറ്റ് ഈസ് ദ സൊല്യൂഷൻ ഫോർ നമ്മൾ ജർമ്മനി എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മൻ ഭാഷയിൽ എഴുതി വെച്ച സാധനം പൊക്കി പിടിച്ചിട്ട് ഇവിടെ നടന്നതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അവിടെയും നമ്മൾ കാണുന്ന എന്താണ്,
അവർ തള്ളിക്കളയുന്നത് ജനാധിപത്യത്തെയാണ്, തള്ളിക്കളയുന്നത് സെക്യുലറിസത്തെയാണ്, അവരെടുത്തു വെക്കുന്നത് ശരിയ ഭരണത്തെയും ശരിയ നിയമത്തെയാണ്. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്ന മറ്റ് സംഗതികൾ, ബി പ്രിപ്പയർഡ് ഫോർ ദ റിയൽ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നു. എന്താണത്? യഥാർത്ഥത്തിലുള്ള ഹോളോകോസ്റ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരുന്നോളൂ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ജൂതന്മാരെ ഞങ്ങളാണ് ഇനി ശരിക്കും കൊന്നുതള്ളാൻ പോകുന്നത്, ഹിറ്റ്ലറൊക്കെ ചെയ്തത് വെറും ട്രെയിലറാണ് എന്ന് പറഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി മറ്റൊരു സംഗതി ഇതുപോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചത്, നമ്മളെ ഹിസ്ബ് തഹ്രീറിൻ്റെ കഥയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട്, അതേപോലെ ഇവർ പറയുന്നതാണ് ജിഹാദ് ടു ഡിഫെൻഡ് ദ മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് എഴുതി വെച്ചിട്ട് ആ ഐസിസിൻ്റെ പോലെയുള്ള പതാകകൾ ഉയർത്തിക്കൊണ്ട് ഈ തീവ്രവാദ ആൻജം ചൗധരി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇത് പറഞ്ഞു നടക്കുന്നതും ആളുകളിലേക്ക് എത്തിക്കുന്നതും റാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടി മുന്നിട്ട് നിന്നതും നമുക്കിവിടെ കാണാം. മറ്റൊന്ന് ഇതുപോലെയുള്ള ബിഹഡ് ദോസ് ഹു ഇൻസൾട്ട് ഇസ്ലാം എന്ന് പറയുന്ന ആ സ്ലോഗൻ, അത് എല്ലാ സ്ഥലത്തും അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. മാസക്കർ ദോസ് ഹു ഇൻസൾട്ട് ഇസ്ലാം എന്ന് പറയുന്ന സാധനം, ഇസ്ലാമിനെ തൊട്ട് കളിച്ചാൽ വിവരം അറിയുമെന്ന് പറയുന്നത്, ഇസ്ലാം ഈസ് സുപ്പീരിയർ ആൻഡ് വിൽ നെവർ ബി സർപാസ്ഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് നടക്കുന്നു. ഇതൊക്കെ എന്ത് സന്ദേശമാണ് ഒരു ഭൂരിപക്ഷ സമൂഹത്തിലേക്ക്, ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് വെച്ച് കൊടുക്കുന്നത് മറ്റു മതങ്ങളുള്ള സമയത്ത്? അവിടെയാണ് ഇസ്ലാം തോറ്റുപോകുന്നത്. ഇപ്പം നമ്മളറിയാം, ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രക്ഷോഭം വന്ന സമയത്ത് നമ്മളിവിടെ എന്താ കണ്ടത്? സേവ് ഡെമോക്രസി എന്നും പറഞ്ഞിട്ട് നടക്കുന്നു. ഇത് വലിയ പ്രശ്നമാണ്, നമുക്ക് പൗരത്വ ഭേദഗതി ബില്ല് വേണ്ട, അത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നാമത്തെ കാര്യം, ഇത് മുസ്ലിമിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. പക്ഷേ ഇവിടെ കോൺഗ്രസും ഇവിടുത്തെ ഇടതും കപട മതേതരവാദികളും ലിബറൽ ആണ്ടുകൾ എന്നൊക്കെ പറയുന്ന ആളുകളെല്ലാവരും കൂടിയിട്ട് ഇത് മുസ്ലിമിനെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു വെച്ച് അവരെ കൊണ്ട് തെരുവിലിറക്കിച്ച് ഇതുപോലെ വോട്ട് നേടുന്ന ഒരു പരിപാടിയാക്കിയിട്ട് അതിനെ മാറ്റി. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതേ ആളുകൾ ഇത്തരം വേദികൾ വിട്ടിട്ട് നമ്മളുടെ യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ പോകുമ്പോൾ അവിടെ എന്താ പറയുന്നത്? നമുക്ക് ഡെമോക്രസി വേണ്ട, നമുക്ക് ഇസ്ലാം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പറയാം, ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു ഇസ്ലാം അല്ലാതെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം അല്ലാതെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിലേതാണ് ശരി? ഇതിലേത് നിലപാടാണ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ, ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത്. അതിന് ഒന്നാമത്തെ കാരണം, ഇസ്ലാം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരിപ്പോഴാണ് നിലപാടുകൾ മാറ്റിയത്. അത് തക്കിയുടെ ഭാഗമാണ് എന്ന് പോലും ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ അവരുടെ ഡോക്യുമെൻറ്റിൽ പോലും എഴുതി വെച്ചിരുന്നത്, നമ്മളുടെ കയ്യിലേക്ക് ഭരണം കിട്ടുന്ന ഒരവസ്ഥ വരേക്കും നമ്മൾ മതേതരത്വത്തെയും നമ്മൾ ജനാധിപത്യത്തെയും അംബേദ്കറിനെയും OBC SC STക്കാരെയും ഒക്കെ നമ്മൾ പൊക്കി പിടിച്ച് നടക്കണം, കിട്ടിക്കഴിഞ്ഞാൽ അവരെയൊക്കെ എടുത്ത് കൊന്നു തള്ളണം എന്ന് പച്ചയ്ക്ക് എഴുതി വെച്ച ആളുകളാണ് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാർ. ഇത് വായിച്ച ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇതിൽ ഈ കാക്കമാർ ഇവിടെ എന്ത് തന്നെ ദേശസ്നേഹം കാണിച്ചാലും ശരി, എന്ത് തന്നെ ജനാധിപത്യവാദിയാണെന്ന് പറഞ്ഞാലും ശരി, അതിൽ വിശ്വസിക്കാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഇല്ല. പൂർണ്ണമായിട്ട് ആ വിശ്വസിക്കുമെന്ന് മാത്രമല്ല, തൊട്ടു മുന്നിലുള്ള മുസ്ലിം മതേതരവാദിയാണെന്ന് പറഞ്ഞാലും ജനാധിപത്യവാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഒരു വിശ്വാസവും ഉണ്ടാകാത്ത തരത്തിലാണ് കാലം ഇന്ന് മാറിയിരിക്കുന്നത്. അത് ഒരു കപട നിലപാട് മാത്രമാണ്. അവൻ ഏത് നിമിഷം വേണമെങ്കിലും ജനാധിപത്യ വിരുദ്ധനാകാം, ഏത് നിമിഷം വേണമെങ്കിലും ആൻറ്റി സെക്യുലറായി മാറാം എന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ എന്നൊരു തോന്നലാണ് ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തിന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അത് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ആരുണ്ടാക്കി കൊടുക്കുന്നു? കാക്കാമാർ തന്നെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിലെങ്ങനെയാണ് ഹിന്ദു സമൂഹത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു ഭൂരിപക്ഷ സമൂഹം എന്നുള്ള നിലയ്ക്ക്, അവർക്ക് ഇതിനകത്ത് ഏത് രീതിയിലാണ് ഒരു ധൈര്യം കിട്ടുക? അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള എന്തൊരു വൈബാണ് അവർക്ക് കിട്ടാനുള്ളത്? ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിലോ, അല്ലെങ്കിൽ ഈ സെക്യുലറിസത്തെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിലോ, അതും അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ഡൈവേഴ്സിറ്റി അതിനെ കാത്തു സൂക്ഷിക്കുന്നതിന് പോലും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് കാര്യമാണ് ഉണ്ടാവുക എന്നുള്ളത് ആർക്കാണ് ഇവിടെ തോന്നുക? ആർക്കാണ് തോന്നാതിരിക്കുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ്. മാറാനുള്ള അവസ്ഥകളാണ് ഇന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതിലേക്ക് മറ്റൊരു ഉദാഹരണമാണ് നുപുർ ശർമ്മയുടെ വിഷയം. നുപുർ ശർമ്മയുടെ കാര്യം എന്താണെന്ന് നമ്മളെപ്പോഴും, എനിക്ക് തോന്നുന്നു 5-6 വീഡിയോ ഞാൻ അത് മാത്രം പരാമർശിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ +1 എന്നുള്ള രീതിയിൽ ഒരെണ്ണം കൂടി വരികയാണ്. എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്?
നുപൂർ ശർമ്മ TV ചർച്ചയിൽ ഇരുന്നുകൊണ്ട് അവിടെ ഒരു പരാമർശം നടത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. എതിർവശത്ത് ഇരുന്ന ആളുകൾ ഗ്യാൻവാപ്പി മസ്ജിദിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില സംഗതികൾ അത് ഹിന്ദു ആചാരത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ ഒരു കളിയാക്കൽ അപ്പുറത്തുനിന്ന് ഉണ്ടാവുകയാണ്. നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും സാധനം കണ്ടാൽ അത് ഉടനെ ശിവലിംഗമാണെന്ന് പറയുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഒരു സംഗതി വരുമ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് നുപൂർ ശർമ്മ പറയുകയാണെന്ത്, അപ്പോൾ നിങ്ങളുടെ മതത്തിലുള്ള ഈ ഏഴാനാകാശത്ത് പറഞ്ഞതിനെക്കുറിച്ചും 6 വയസ്സുകാരിയെ കല്യാണം കഴിച്ചതിനൊക്കെ ഞാനും പറയും, അപ്പോൾ വെറുതെ നിങ്ങൾ കളിയാക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നൊരവസ്ഥ പറഞ്ഞപ്പോഴേക്കും ഉടനെ എന്തായി, അത് മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കൂടെ ഹെയ്റ്റ് പ്രചരിപ്പിച്ചുകൊണ്ട് ധ്രുവറാട്ടി അറിഞ്ഞിട്ടില്ല അങ്ങനെ അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ നുപൂർ ശർമ്മയ്ക്ക് എതിരെ ഉള്ള ഒരു വലിയൊരു പ്രൊപ്പഗൻഡ തന്നെ ഇവിടെ നടന്നു. നുപൂർ ശർമ്മ നബി നിന്ദ നടത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ള വാദം ഇവിടെ ബലപ്പെടുന്നു. അതിൻ്റെ പേരിൽ ഇവർക്കെതിരെ വധശിക്ഷ ഭീഷണി അല്ലെങ്കിൽ വധ ഭീഷണി പോലും ഇവിടെ ഉണ്ടാകുന്നു. ഇവരെ BJPയുടെ സ്ഥാനത്ത് നിന്നെല്ലാം സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ടായി. അങ്ങനെ ഇവിടെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ഉയർത്തിപ്പിടിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ്, എന്ത്, ഗുസ്താഖ് നബി ഏക് ഹി സസ സർത്തൻ സെ ജുദ. നബിയെ നിന്ദിച്ചവന് ഒരേ ഒരു ശിക്ഷയേ ഉള്ളൂ, അതെന്താണ്, അത് തലവെട്ടി മാറ്റുക എന്ന് പറയുന്ന ഈ സാധനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നുപൂർ ശർമ്മയുടെ തല വെട്ടണമെന്നും പറഞ്ഞിട്ട് ഇവിടെ പ്രക്ഷോഭം നടത്തിയത് ആരാണ്? അത് ഇവിടെ കാക്കാമാർ തന്നെയാണ്. ഇവിടെ മുസ്ലിമിൻ്റെ തലവെട്ടണം, ഏതെങ്കിലും ഒരാളുടെ പേരും പറഞ്ഞിട്ട് തലവെട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹിന്ദു പോലും ഒരു പ്രക്ഷോഭം നടത്തിയിട്ടില്ല. ഇതുപോലെ ഒരു പബ്ലിക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല. നടത്തിയ ആളുകൾ വെളിച്ചം കണ്ടിട്ടുമില്ല എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. എന്നാൽ ഇവിടെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്താനുള്ള എല്ലാ ഫ്രീ ഓപ്പർച്യൂണിറ്റിയും അത് ഓരോ മുസ്ലിമിനും ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരത് സ്വയം കൊണ്ടു നടക്കുന്ന ആളുകളുമാണ് എന്ന് പറയുന്നിടത്താണ് ഇതിൽ ഈ ഭീകരതയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ വെറുതെ നമ്മൾ ഹിന്ദുവിനെ വലിച്ചുകൊണ്ട് വരണ്ട എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ തലവെട്ടി മാറ്റണമെന്ന് പറഞ്ഞ് ആ കാര്യം നടപ്പിലാക്കുകയും ചെയ്തു എന്ന് വരുന്നിടത്താണ് ഇതിൻ്റെ ഭീകരത വീണ്ടും വർദ്ധിക്കുന്നത്. അവിടെയാണത് യഥാർത്ഥത്തിലുള്ള ടെറർ ആയിട്ട് മാറുന്നത്, ഭീകരവാദമായിട്ട് മാറുന്നത്. അവർ ഈ 2 വ്യക്തികൾ ഗോസ് മുഹമ്മദ് റിയാസ് അൻസാരി എന്നൊക്കെ പറയുന്ന 2 ആളുകൾ, 2 പേരുടെ പേരിൽ മുഹമ്മദ് ഉണ്ട് കേട്ടോ. ലോകത്ത് കുറ്റവാളികൾക്ക് ഏറ്റവും കൂടുതലുള്ള പേര് മുഹമ്മദാണെന്നുള്ളത് വീണ്ടും ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. മുഹമ്മദ് ഗോസും മുഹമ്മദ് റിയാസും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അവരെന്താ ചെയ്തത്, അവിടെ ഖനയ്യ ലാൽ എന്ന് പറയുന്ന ഉദയ്പൂരിലെ ഒരു ടൈലറുടെ കടയിൽ തുണിയുടെ അളവിൽ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് കയറുന്നു. ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? നുപൂർ ശർമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നതാണ്. നുപൂർ ശർമ്മയോടൊപ്പം നിന്നു എന്നതാണ് ഇദ്ദേഹം ചെയ്ത തെറ്റ്. അദ്ദേഹത്തെ കഴുത്തറുത്തു കൊന്നു. തുണിയുടെ അളവ് എടുക്കാനെന്നും പറഞ്ഞുകൊണ്ട് ടൈലർ ഷോപ്പിൽ കയറിയിട്ട് അയാളുടെ ബാക്കിൽ നിന്നുകൊണ്ട് കഴുത്തറുത്ത് എടുക്കുന്ന അവസ്ഥ കണ്ടു. ഗുസ്താഖ് നബി ഏക് ഹി സസ സർത്തൻ സെ ജുദ എന്ന് പറയുന്ന സാധനം അവരവിടെ നടപ്പിലാക്കി. ഈ മുഹമ്മദ് സ്ക്വയർ എന്ന് പറയുന്ന 2 വ്യക്തികൾ, മുഹമ്മദും 2 പേരും കൂടി ചെയ്ത സംഗതിയാണ്. ഇനി അതും കഴിഞ്ഞിട്ട് അവിടെ നിന്നോ? ഇല്ല. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വാർത്ത എന്താണ്? മെയ് 5-ാം തീയതി, ഇന്ന് മെയ് 11 ഈ മെയ് 5-ാം തീയതി 6 ദിവസം മുന്നേ കണ്ട വാർത്ത എന്താ? ഒരു ഉസ്താദിനെ പിടിച്ചിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് മൂപ്പര് ചെയ്തിട്ടുള്ള സംഗതി? ക്ലറിക് അറസ്റ്റഡ് ഇൻ സൂറത്ത് ഫോർ പ്ലോട്ടിംഗ് ടു കിൽ നുപൂർ ശർമ്മ, BJP MLA, പിന്നെ വേറെ ഒരാളെയും കൂടി. എന്താണ് ഇദ്ദേഹം അവിടെ ചെയ്തു വെച്ചതെന്ന് നമ്മളൊന്ന് അറിയണം. ക്ലറിക്കൽ നുപൂർ ശർമ്മ, തെലങ്കാന BJP MLA, പിന്നെ ഒരു TV ന്യൂസ് ചാനൽ എഡിറ്റർ, 3 പേരെയാണ് വകവരുത്താൻ വേണ്ടിയിട്ട് അവർ പദ്ധതി ഇട്ടത്. ഹി വാസ് ഇൻ കോൺടാക്ട് വിത്ത് പീപ്പിൾ ഫ്രോം പാകിസ്ഥാൻ ആൻഡ് നേപ്പാളിലും നമ്മളുടെ കാക്കാമാർ അവിടെ ചില കുൽസിത പ്രവൃത്തികൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അവിടെയും ഇപ്പോൾ RSS വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേൾക്കും നേപ്പാളിൽ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വാദം അവിടെ ബലപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും തിരിച്ച് ആ ഹിന്ദു ഭരണം വരണം എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ആ രീതികൾ അവിടെ മാറ്റി വെച്ചുകൊണ്ട് അവിടെ ഒരു സെക്യുലർ രാജ്യമാക്കി അവിടുത്തെ ഇടതുപക്ഷമാണ് പലപ്പോഴും അവിടെ ഭരണത്തിൽ ഇരുന്നിരുന്നത്. ഇന്ന് അവർ തന്നെ അത് മുടിപ്പിച്ച് ഈ മുസ്ലിം പ്രീണനവുമായിട്ട് അവരും ഇറങ്ങിത്തിരിച്ച് അവസാനം ഇന്നിപ്പോൾ അവർ അവിടെ തിരിച്ച് ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പഴയ കാലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് അവിടെ പ്രക്ഷോഭമാണ്. അധികം വൈകാതെ നമുക്കവിടെ കാണാൻ കഴിയും. അതിനും ഉത്തരവാദി കാക്കാമാർ തന്നെയാണ്. എന്തായാലും അവിടെ നേപ്പാളിലെയും പാകിസ്ഥാനിലെയും കാക്കാമാരുടെ വലിയ തോതിലുള്ള സഹായം ഈ മൊല്ലാക്കയ്ക്ക് ഉണ്ടായിരുന്നു. ഹി ഫോംഡ് വാട്സപ്പ് ഗ്രൂപ്പ്. വീണ്ടും നമ്മൾ ഓർക്കുക, വാട്സപ്പ് ഗ്രൂപ്പ് പോസ്റ്റഡ് കോണ്ടന്റ് ടു ഡിസ്റപ്റ്റ് കമ്മ്യൂണൽ ഹാർമണി. സൂറത്തിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം ചെയ്ത പണിയാണ് കേട്ടോ. എന്നിട്ട് ദ 27-year-old man was arrested in Gujarat, Surat on Friday over an alleged plot to kill BJP leaders and a leader of a right-wing organization. അവരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇട്ടു. ദ അക്യൂസ് മൗലവി സൊഹേൽ അബൂബക്കർ തൈമോൾ
threatened the chief editor of Hindi TV news channel, BJP's Telangana MLA Raja Singh, and the party's former spokesperson Nubur Sharma in connivance with the handlers from Pakistan and Nepal എന്നാണ് നമ്മൾ കാണുന്നത്. അബൂബക്കർ തൈമൂർ വർക്ക്ഡ് അറ്റ് എ ത്രെഡ് ഫാക്ടറി ആസ് എ മാനേജർ ആൻഡ് ഓൾസോ ഓഫേർഡ് പ്രൈവറ്റ് ട്യൂഷൻ ഓൺ ഇസ്ലാം ടു മുസ്ലിം ചിൽഡ്രൻ. നമുക്കവിടെ കാണാം കാക്കാമാരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നല്ല ഒന്നാന്തര ഉസ്താദാണ്. പിന്നെ എന്താണ് അദ്ദേഹം ചെയ്തത്? Police had received information that a man was connecting people on WhatsApp group and posting content to hurt religious sentiment and instigate communal violence during election. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് communal violence. Based on the tip off, police launched an investigation. Taimur's mobile chats revealed that he was conspiring with people from Pakistan and Nepal to offer rupees 1 crore supari, അതായത് കോൺട്രാക്ട് ഫോർ കില്ലിംഗ് ആൻഡ് പ്രൊക്യൂർ വെപ്പൺസ് ഫ്രം പാകിസ്ഥാൻ ടു കിൽ ഹിസ് ഫസ്റ്റ് ടാർഗറ്റ്, നാഷണൽ പ്രസിഡന്റ് ഓഫ് ഹിന്ദു സനാതൻ സംഘ് ഉപദേശ് റാണ. ഇതാണ് അവിടെ അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ. പിന്നെ പല കാര്യങ്ങളും ഫോർ ദിസ് പർപ്പസ് ദേ വർ പ്ലാനിങ് ടു കളക്ട് ഫണ്ട്സ് ആൻഡ് പ്രൊക്യൂർ വെപ്പൺസ്. ആയുധങ്ങളും ഫണ്ടും അവിടെ പ്രൊക്യൂർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. ഇതാണ് ഇവിടെ നടന്നത്. ഇനി നിങ്ങൾ വീണ്ടും ചോദിക്കാം, ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ഈ ടെറർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രീതികളും അവലംബിച്ചുകൊണ്ട് എല്ലാ രീതിയിലും ടെററൈസിങ് ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്? ഹിന്ദുവാണ്, മുസ്ലിമാണ്. ഹിന്ദുക്കൾ ഇത്തരം ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടതിൻ്റെ തെളിവുകൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇടുക. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അത് നമുക്ക് ഇവിടെ പറയാം. പഴയത് മാത്രം എടുത്താൽ പോരാ, പുതിയതും കൊണ്ടുവരണം. നിങ്ങൾ പറയുമ്പോൾ ടൈം സ്കെയിലും കൂടി ഉറപ്പാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു ഇവർ തീരെ ചെയ്തിട്ടില്ല എന്നോ പണ്ടേ ചെയ്ത വിഷയങ്ങളെ തള്ളിക്കളയുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും മോട്ടീഫും അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന രീതികളും ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 10 പടിയെങ്കിലും മുകളിൽ നിൽക്കുന്നത് ഇസ്ലാമിക് ടെറർ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതിനെ ആദ്യം അഡ്രസ്സ് ചെയ്താൽ ഈ ഹിന്ദു ടെറർ ഉണ്ടാകില്ല എന്നും കൂടി പറയുന്നിടത്താണ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ ഈ ഒരു വിഷയം വലിയ തോതിൽ ഈ റൈറ്റ് വിങ്ങേഴ്സിൻ്റെ ഇടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഞങ്ങൾ റൈറ്റ് വിങ്ങേഴ്സും ഈ ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, റൈറ്റ് വിങ്ങേഴ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഈ ലോകത്താണ്, അത് മരിച്ചു നിന്ന് കഴിഞ്ഞിട്ടുള്ള സാധനമല്ല. ഇന്ത്യയെ സംരക്ഷിക്കുക, ഇന്ത്യയായിട്ട് നിലനിൽക്കുക, ഇന്ത്യ നേരിടാൻ സാധ്യതയുള്ള എല്ലാതരം ശത്രുക്കളെയും, അത് ആന്തരികമായ ശത്രുവായാലും പുറത്തുനിന്നുള്ളതായാലും എന്തു തന്നെയുള്ള ഭീഷണികളായാലും അതിനെ നേരിടാൻ വേണ്ടിയിട്ട് സജ്ജരായിട്ടിരിക്കുക എന്നതാണ് ഈ റൈറ്റ് വിങ്ങിൻ്റെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയെ പിടിക്കുന്നത് വഴി നിങ്ങൾ സ്വർഗത്തിലെ ഹൂറികളെ ഉറപ്പാക്കുക എന്നതാണ് അവിടെ വരുന്നത്. ഇത് രണ്ട് പ്ലെയിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഇവിടുത്തെ ഈ ഇഹലോകത്തും മറ്റൊന്ന് പരലോകത്തുമാണ് വർക്ക് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇവിടെ രാജ്യം എന്നുള്ള പ്രസക്തി അത് ഈ ഇസ്ലാമിസ്റ്റുകൾക്കില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്തൊക്കെയായാലും ഇത് തിരിച്ചറിഞ്ഞ വ്യക്തികളായി മാറിയ സ്ഥിതിക്ക് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടുത്തെ ഓരോ മുസ്ലിമും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. അവർ ചോദിക്കുന്നത് ഇതാണ്: അന്ന് ഉദയ്പൂരിൽ നമ്മളുടെ കനയ്യലാലിൻ്റെ കഴുത്തറുത്ത് മാറ്റിയപ്പോൾ അതിനു മുന്നേ ഉയർത്തപ്പെട്ട ആ ഒരു സ്ലോഗൻ സർത്തൻ സെ ജുദ എന്ന് പറയുന്ന സാധനം, അത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തള്ളിക്കളയുമോ? മുഹമ്മദ് നബിയെ വിമർശിക്കുന്ന, ഇസ്ലാമിനെ നിന്ദിക്കുന്ന ആളുകളുടെ തല വെട്ടണം എന്ന ഇസ്ലാമിക അധ്യാപനം തള്ളിക്കളയാൻ മുസ്ലിങ്ങൾ തയ്യാറാകുമോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഞാൻ ഈ ചോദ്യം എൻ്റെ ഉമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അത് പറ്റില്ല, അത് നടപ്പിലാക്കിയിരിക്കും, അത് ഞങ്ങൾ പിന്നെ വെറുതെ വേണ്ടാന്ന് വെക്കുന്നതാണ് എന്നതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഉത്തരം. നമ്മുടെയൊക്കെ ഓരോ വീഡിയോയുടെ താഴെയും വരുന്ന കമൻറ്റുകൾ ഇത് തന്നെയാണ്. ഇത് പറഞ്ഞ് എൻ്റെ ഉമ്മാനെ തീവ്രവാദി എന്ന് വിളിക്കാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത്? ഓരോ മുസ്ലിമും ഓരോ പൊട്ടൻഷ്യൽ തീവ്രവാദിയാണെന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അവരുടെ മുന്നിൽ ഒരു ഡിറ്ററൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? ഇസ്ലാം അല്ല. അവരുടെ മുന്നിൽ ഡിറ്ററൻ്റ് ആയിട്ട് നിൽക്കുന്നത് അത് ഇന്ത്യയിലെ ഈ കാനൂൻ തന്നെയാണ്, ഇന്ത്യയിലെ നിയമവ്യവസ്ഥ തന്നെ, ഇവിടുത്തെ റൂൾ ഓഫ് ലാൻഡ് തന്നെയാണ് അവരെ തടയുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെയൊക്കെ കഴുത്ത് എൻ്റെ ഉമ്മ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ടാവും എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു ഓരോ മുസ്ലിം വീടുകളും ഓരോ ഭീകരവാദ സംഘടനയാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇന്ന് ഞാൻ പുറത്ത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ പറയാത്തതാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു വധശ്രമം പോലും നടന്നു കഴിഞ്ഞു എന്ന വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ഇതുവരെ പുറത്ത് പറയാനുള്ള അനുവാദം തരാത്തതുകൊണ്ട് ഞാനത് പറയാത്തതാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവവും ഇവിടെ അരങ്ങേറി. മേ ബി അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ പുറത്ത് വിടുമ്പോൾ നിങ്ങൾക്കറിയാം.
ഒരു എക്സ് മുസ്ലിമിന് നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ്. അവരുടെ വീട്ടിൽ നിന്നൊരു വധശ്രമം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? മതമാണ് അതിൻ്റെ കാരണം. അപ്പോൾ കഴുത്ത് വെട്ടിയെടുക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്ന് പറയുന്ന ഇസ്ലാമിക നിയമത്തെ തള്ളിക്കളയാൻ മുസ്ലിം തയ്യാറാകുമോ? മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിക നിയമം തള്ളിക്കളയാൻ ഇവർ തയ്യാറാകുമോ കാക്കാമാർ? അതുപോലെ നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇതുപോലെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന് പറയുകയും നിങ്ങളുടെ അതേ ഉമ്മത്തിൻ്റെ ബാക്കി ഗുണ്ടകൾ അപ്പുറത്ത് പോയി നിന്നിട്ട് ജനാധിപത്യം വേണ്ട, നമുക്ക് ശരിയാ ഭരണമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് അവരെ തയ്യാറായിട്ട് നിങ്ങൾ പോയി അവരെ തിരുത്താൻ മുതിരുമോ എന്നതുമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അത് കാണുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. മാത്രമല്ല, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് അത് നിരോധിച്ചു, അത് നന്നായി, അവർ ചെയ്തത് ഈ രാജ്യത്തിന് നാശമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറയാൻ എത്ര മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല. അവർ അപ്പോഴും RSSനെ നിരോധിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. ഞാൻ ചോദിച്ചു, RSSനെ നിരോധിക്കാനുള്ള എല്ലാ സാധ്യതയും എല്ലാ വകുപ്പും ഉള്ള രാജ്യത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടോ മൂന്നോ തവണ അവരെ നിരോധിച്ചിട്ടുമുണ്ട്. പക്ഷേ അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം അല്ലെങ്കിൽ വിഷയം. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരു അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഏതുപോലെ നേരത്തെ കണ്ടു, അവിടെ UK കൗൺസിലേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആ ഒരു ആക്രമണത്തെ അതിനെ തള്ളിപ്പറയാൻ, ആ ഒരു ഭീകരവാദ പ്രവർത്തനത്തെ, സെക്ഷൽ വയലൻസ് അതൊരു വെപ്പൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കൊന്നൊടുക്കിയ സിവിലിയൻസിനെ ഇൻഡിസ്ക്രിമിനേറ്റ്ലി അവിടെ കൊന്നൊടുക്കിയ ആ ഒരു സംഗതിയെ തള്ളിപ്പറയാൻ തയ്യാറാകാത്ത കാക്കാമാരെയാണ് നമുക്കിവിടെ കാണാനുള്ളത്. അതിന് അവർ പല ന്യായങ്ങളും നിരത്തുന്നു എന്ന് മാത്രമല്ല, ഒരൊറ്റ ന്യായം പോലും വാലിഡ് ആയിട്ടുള്ളത് പോലും ഇല്ല എന്ന് വരുന്നിടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ, ഏറ്റവും വലിയ ദുരന്തം. ഈ വിഷയത്തെക്കുറിച്ച് അറിയാനോ പഠിക്കാനോ ഇവർ ശ്രമിക്കുന്നുമില്ല എന്നതുമാണ് ഇതിൻ്റെ പ്രശ്നം. എന്തായാലും ഇപ്പോൾ ഒരു വിഷയം കൂടി പറയുകയാണ്. അതായത് ഈ ഒരു കാര്യം, അതായത് ഇത്തരത്തിലുള്ള ഈ ഹമാസ് ഇസ്രായേൽ വിഷയവും അത് സോൾവ് ചെയ്യുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇനി വേണ്ടത് ഇസ്രായേൽ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അംഗീകരിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ അവിടെ കണ്ടുവരുന്നൊരു കാര്യം. അതുപോലെ തന്നെ ഹമാസ് പറയുന്നത് 1967 ബോർഡർ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുമാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിഷയത്തെ ഒന്ന് എടുത്ത് പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മളുടെ സുഹൃത്തായിട്ടുള്ള ആ ജൂത സിറ്റിസൺ ആയിട്ടുള്ള ആൾ അവരുമായിട്ട് ചേർന്നുകൊണ്ട് ഏതെല്ലാം ഘട്ടത്തിലാണ് ഇസ്രായേൽ പീസ് കീപ്പിംഗ് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുള്ളത്, അതിനോട് അറബ് നേഷൻസ് അല്ലെങ്കിൽ ഈ പാലസ്തീനിയൻസ് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്, ഏത് വിധേനയാണ് അവരതിനെ തള്ളിക്കളഞ്ഞത്, എന്നിട്ട് യുദ്ധത്തിലേക്ക് സ്വയം നടന്നു കയറിയത് എങ്ങനെയെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് ഒന്ന് പരിശോധിക്കുക. അടുത്ത ദിവസം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ വിഷയം ഞാൻ ഇവിടെ ഒന്ന് ചുരുക്കുകയാണ്, ഇനി കൂടുതൽ നീട്ടി പറയുന്നില്ല. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്തിനും ഏതിനും ഈ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ പോകുന്നു, ഇവിടെ ജനോസൈഡ് നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആ വാദം അത് പൊളിഞ്ഞത് ഇന്നലെ നമ്മൾ സംസാരിച്ചു. ഇവിടെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ പോപ്പുലേഷൻ 43% ഇൻക്രീസ് ചെയ്യുന്നതും അതേസമയം ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ പോപ്പുലേഷൻ 8% കുറയുന്നതുമാണ് നമ്മൾ കാണുന്നത് എന്ന് വരുന്നിടത്ത് തന്നെ ജനോസൈഡ് എന്ന് പറയുന്ന സാധനം അതിവിടെ നടക്കുന്നില്ല എന്നും മാത്രമല്ല അതിനുള്ള ശ്രമവും ഇവിടെ ഇല്ല എന്നും കൂടിയാണ് അന്ന് തന്നെ പൊളിഞ്ഞത്. ആദ്യമേ അതൊന്ന് പറഞ്ഞു വെക്കുകയാണ്. രണ്ടാമത്തേതാണ്, ഇവിടെ ഏത് നിമിഷം വേണമെങ്കിലും മുസ്ലിങ്ങളെ ഇവിടെ ഒതുക്കിക്കൊണ്ട് ഇവിടെ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാദവും അത് എന്തോ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു വെക്കുന്ന കാര്യം. അവിടെ എനിക്ക് പറയാനുള്ളത് 2 കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ഒരിക്കലും താലിബാൻ പോലെ ഒരു ഇസ്ലാമിക ഒരു മതരാഷ്ട്രം പോലെ ഒരു ഹിന്ദു മതരാഷ്ട്രമാക്കാൻ കഴിയില്ല, ആക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ആക്കാൻ അതല്ല അവരുടെ ലക്ഷ്യം എന്നതിനാണ് അതിൻ്റെ കാര്യം. ഇനി അഥവാ ഇതൊരു ഹിന്ദുരാഷ്ട്രമായി എന്ന് തന്നെ കൂട്ടുക, അവരതിനെ ഹിന്ദുരാഷ്ട്രമെന്ന് ഇപ്പം തന്നെ വിളിക്കുന്നു. ആ ഒരു വിളി ഇനി കൂടുതൽ ശക്തിപ്പെട്ടാൽ അവിടെ മുസ്ലിമിന് ജീവിക്കുന്നതിന് ഒരു കുറവുണ്ടാവില്ല എന്നും കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല അങ്ങനെ ഒരു കുറവ് ഉണ്ടാവില്ല എന്ന് അവർക്ക് പറയാൻ കഴിയുന്നത് പോലെ ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ നിങ്ങൾ തുനിഞ്ഞിറങ്ങുമ്പോൾ അത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഏതായാലും അവരെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇവിടെ 2047 ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് നിങ്ങൾ എഴുതി വെക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആ 2047 ഇസ്ലാമിക രാഷ്ട്രത്തിൽ കാഫിറുകളായിട്ട് അന്ന് അവിടെ ജീവിക്കാൻ പോകുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ ജിസിയ അത് എത്ര ശതമാനമായിരിക്കും? ജിസിയ കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരണം എന്നാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിലുള്ള കപടവാദങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ ഭീതി വ്യാപാരം നടത്തി
ഇവിടുത്തെ സമാധാനപ്രിയരായിട്ടുള്ള മുസ്ലിങ്ങളെ പോലും കൂടുതൽ ഭീകരവാദികളാക്കുന്ന പണിയിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഈ തീവ്ര കാക്കമാർ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ സ്വയം കുഴി തോണ്ടുകയാണ്. നിങ്ങളുടെ ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്, മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുഖ സൗകര്യത്തോടുകൂടി ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അത് ആഗോള മുസ്ലിംസ് തിരിച്ചറിയാൻ കിടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാനത് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം. ഒരു സ്വർഗ്ഗമാണ് സത്യത്തിൽ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇവിടെ ഇതുപോലെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നടക്കുന്ന നിങ്ങളുടെ ഈ പരിപാടി, ആ യന്ത്രം അതൊന്ന് ഓഫാക്കി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെപ്പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇസ്ലാം പഠിച്ചു കഴിയുമ്പോൾ അത് ഒന്നുകിൽ നിങ്ങൾ പൊട്ടും അല്ലെങ്കിൽ മതം വിടും എന്ന് പറയുമ്പോൾ മതം വിട്ട ആളുകളാണ് നമ്മൾ ഈ പഠിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പരിപാടി നിർത്തിയാലേ നമുക്ക് പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ഈ പരിപാടിയുടെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, നമ്മൾ മതം വിട്ടാലും ഞാനും മുസ്ലിമായിട്ട് തന്നെയാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് അതിൻ്റെ ദോഷഫലം ഞാനും അനുഭവിക്കേണ്ടി വരുന്നൊരു കാര്യമാണ് എന്നതും കൂടിയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി മൊത്തത്തിൽ ആ യന്ത്രം ഓഫാക്കി വെക്കേണ്ടത് വലിയ അത്യാവശ്യമുള്ള കാര്യമാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ തന്നെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ 250 ആളുകളുണ്ടല്ലോ, ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇത്തരം കണ്ടൻറ്റുമായിട്ട് വരുന്നതിന് നിങ്ങളുടെ ആ ഒരു പ്രചോദനം നമുക്ക് വലിയ തോതിൽ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമുക്കറിയാം പല വീഡിയോസും മോണിറ്റൈസേഷനും കാര്യങ്ങളൊന്നും വേണ്ട പോലെ ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാനലിനുള്ള സപ്പോർട്ട് അത് വലിയ തോതിൽ ആവശ്യമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ തുടർന്നും ചെയ്യണം എന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതായാലും കൂടുതൽ നീട്ടുന്നില്ല. നമ്മൾ ഇത് വരേക്കും നമ്മളോടൊപ്പം നിന്ന് എല്ലാ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട്, സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.